യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയാണ് ഇത്തരത്തിലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ട്രെയിനിങ് നൽകേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ കോഗ്നിറ്റീവ് പ്രോസസ്സിനകത്ത് 6 കാര്യങ്ങളാണ്, നോളജ് കാറ്റഗറിക്കകത്ത് 4 കാര്യങ്ങളാണുള്ളത്. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് 6 എണ്ണങ്ങൾ. 1 റിമെമ്പർ, 2 അണ്ടർസ്റ്റാൻഡ്, 3 അപ്ലൈ, 4 അനലൈസ്, 5 ഇവാലുവേറ്റ്, 6 ക്രിയേറ്റ്. ഇങ്ങനെ 6 ലെവലാണുള്ളത്. ഇത് 6 ലെവൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. ആദ്യം നമ്മളൊരു കാര്യം ഓർക്കുന്നു, മനസ്സിലാക്കുന്നു, അത് ഏതെങ്കിലും സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു വിലയിരുത്തൽ, വിശകലനം നടത്താൻ പറ്റും. അതിനുശേഷം അതിൻ്റെ ഇവാലുവേഷൻ നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റ് ഉപയോഗിച്ച് ഇനി അതിന് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലോ അതിന് ബദൽ നിർദ്ദേശിക്കാനും സാധിക്കുക എന്നുള്ളതാണ് ക്രിയേറ്റ്. ഇതാണ് ബേസിക്കലി നമ്മുടെ ഏത് ഡിസിപ്ലിനകത്താണെങ്കിലും നടക്കുന്ന കാര്യം. ഇതാണ്. ഇപ്പൊ ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിനകത്ത് when we teach students സെക്യുലറിസം അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ്, ആദ്യം കുട്ടി അതിന്റെ ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ന പ്രൊഫഷൻസ് ഒക്കെയാണ് ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതിന്റെ ബേസിക് ടെനറ്റ്സ് എന്തെല്ലാം, അതിന്റെ ബേസിക് ഫിലോസഫി എന്താണ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ അവർ ആദ്യം മനസ്സിലാക്കേണ്ടി വരും. അതിനുശേഷമാണ് അവരത് ഒരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ദേ അപ്ലൈ ഇറ്റ് ഇൻ എ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് UGC അല്ലെങ്കിൽ MHRD ഓരോ ഉത്തരവ് ഇറക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവർ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ കൺകറന്റ് ലിസ്റ്റിനകത്താണുള്ളത്. ഇതിനകത്ത് സ്റ്റേറ്റിനും സേ ഉണ്ട്. ഇത്രയും കാര്യങ്ങളിലെല്ലാം സ്റ്റേറ്റിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ എടുക്കാൻ സാധിക്കൂ. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ റൂസ ഫണ്ടിങ് വന്ന സമയത്ത് ഏകപക്ഷീയമായിക്കൊണ്ട് പിന്നെ അവർ പറയുന്നു ഇന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ റൂസ ഫണ്ട് കൊടുക്കാൻ പറ്റൂ. 40% പൈസ നമ്മുടെ സംസ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പൊ അവർ ഒരു സാഹചര്യത്തിൽ അവരിത് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവർക്കൊരു വിലയിരുത്തലുണ്ടാവും. അപ്പൊ അവർ പറയും അതാ ശരിയാണല്ലോ, നോക്കൂ ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്ന വിഷയമാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പക്ഷെ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ഒന്നും പരിഗണിച്ചിട്ടില്ലല്ലോ, ഇത് ഫെഡറൽ സ്ട്രക്ചറിന് എതിരല്ലേ. അതാണ് ഇവാലുവേഷൻ. അവിടെയാണ് ഇവാലുവേഷൻ ലെവൽ വരുന്നത്. അവിടെ എന്ത് ചെയ്യും? അവർ കോൺസെപ്ച്വലി കുറച്ചുകൂടി കാര്യങ്ങൾ അവരുടെ മറ്റു വായനകളും നിയോ ലിബറൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള മറ്റു ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഒരു വിലയിരുത്തലിലൂടെ ഒരു വിദ്യാർത്ഥി പറയും ശരിയാണ്, ഫെഡറൽ സ്ട്രക്ചർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില കുട്ടികൾ പറയും ഇത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നുള്ള ഇവാലുവേഷൻ്റെ. അവിടെയാണ് അടുത്ത ലെവൽ വരുന്നത് ക്രിയേഷൻ. ഓക്കെ ഫൈൻ, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിനെ അതിജീവിക്കാൻ. കാരണം കേന്ദ്രം ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു നടപടി സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണം കൂടി ഉണ്ടാവും. അപ്പൊ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ശരി നമുക്ക് ഇന്നൊരു ബദലുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രശ്നങ്ങൾ ഇതാകും. അപ്പം ആത്യന്തികമായിട്ട് ഒരു കുട്ടിയെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേഷൻ എടുക്കുന്ന സമയത്ത് we expect that he or she would be in a position where they can intervene in the public policy debates. പബ്ലിക് പോളിസി ഡിബേറ്റ്സിനകത്ത് ഇടപെടത്തക്ക രീതിയിലേക്കുള്ള ഒരു വിദ്യാർത്ഥിയെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസുകളുടെ ഉദ്ദേശമായിട്ട് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശങ്ങൾ. അതുപോലെ നിങ്ങളെ ഓരോ ഡിസിപ്ലിനകത്തും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. സയൻസസ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഒക്കെ. ഇപ്പൊ ഞാൻ എന്റെ സബ്ജക്റ്റിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാം തന്നെ പറയാൻ പറ്റും. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ലെവലിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആകെ 4 മാസം 100-150 ദിവസമേ ഉള്ളൂ. വലിയ സിലബസ് ഉണ്ടാവും. അപ്പൊ ആ സിലബസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റു കലാപരിപാടികൾ എല്ലാ പരിപാടികളും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന സാധനം തീർക്കാൻ പറ്റണം. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ടൈം ബൗണ്ട് ആയിട്ടാണല്ലോ തീരുന്നത്. അവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം കുട്ടി നിർബന്ധമായിട്ടും. ചില കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ചില കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളെങ്കിലും അവർ അനലൈസ് ചെയ്യോ ഇവാലുവേറ്റ് ചെയ്യോ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഈ ക്രിയേറ്റ് ലെവലിലേക്ക്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ കേരള മോഡൽ വികസനത്തിന് ബദൽ നിർദ്ദേശിക്കുക, ആ തരത്തിലേക്ക് ചിന്ത പോകുന്ന സമയത്ത് എക്കണോമിക്സിന്റെ കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഒരു കേരള മോഡൽ എക്കണോമി എന്ന് പറയുന്ന കേരള എക്കണോമി എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഔട്ട്കം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വർഷം അതിനകത്ത് ഒരു ഔട്ട്കം ഉണ്ടാവും.
പിന്നെ പിന്നെ എന്താണ് എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ് ടു ദി എക്സിസ്റ്റിംഗ് മോഡൽ ഓഫ് കേരള ഡെവലപ്മെന്റ് എന്നുള്ളൊരു സാധനം. അപ്പൊ അതാണ് ക്രിയേഷൻ. അപ്പം അത് വളരെ അപൂർവമായിട്ട് വരുള്ളൂ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് അനലൈസ് ഇവാലുവേറ്റ് ലെവലിൽ കൊണ്ടുപോയി വെക്കുക, ക്രിയേറ്റ് ലെവലിൽ കൊണ്ടുപോയി വെക്കുക. ഇതിനകത്തൊരു ഹയർ ഓർഡറും ലോവർ ഓർഡറും ഉണ്ട്. ലോവർ ഓർഡർ എന്ന് പറഞ്ഞാൽ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ. ഹയർ എന്ന് പറഞ്ഞാൽ അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. അപ്പൊ ഇത് ഓരോ സെമസ്റ്ററിനനുസരിച്ചുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു ഫീച്ചേഴ്സ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പം ആദ്യ സെമസ്റ്ററിൽ ഒരു പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന പേപ്പറിന്റെ 80% കുട്ടി മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരു കാര്യം ചിലപ്പം ഹയർ ഓർഡറിൽ ഉണ്ടാവില്ല. എന്നാൽ വെൻ ഇറ്റ് കംസ് ടു ദ 5th or 6th സെമസ്റ്റേഴ്സ് അല്ലെങ്കിൽ PG, ആ സമയത്ത് ഒരു പക്ഷേ 50% കാര്യങ്ങൾ വിഷയങ്ങളാണ്. ചില പേപ്പറിന്റെ നേച്ചർ അനുസരിച്ചാണ്. ഡിപ്പെൻസ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ പേപ്പർ. ചില പേപ്പറിന്റെ 50%-ലധികം കാര്യങ്ങളും അനലൈസ്, ഇവാലുവേറ്റ്, ഒരു അല്ലെങ്കിൽ ഇപ്പം ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് പോലത്തെ സബ്ജക്റ്റുകളിലൊക്കെ അപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 50%, 60%, 70% ഒരുപക്ഷെ അപ്ലിക്കേഷൻ ലെവലിലായിരിക്കും. അപ്പം ഇത് ബോർഡ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ട കാര്യം. നമുക്ക് ആസ് ടീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 6 കാര്യങ്ങളാണ്. ഒന്ന്, റിമെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? The learner is able to recall, restate and remember learned information. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ആണ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് grasps meaning of information by interpreting and translating what has been learned. Apply എന്ന് പറഞ്ഞാൽ എന്താണ്? Student make use of information in a context different from the one in which it was learned. Analyze means students break learned information into parts to best understand information. Evaluate means students make discussion based on in-depth reflection, criticism and adjustment. Last is create. Students create new ideas and informations using what previously has been learned. അപ്പം എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേപ്പറിനകത്ത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേപ്പറിനകത്ത് ഔട്ട്കം ഇപ്പം ഒരു പക്ഷേ 4 ക്രെഡിറ്റിന്റെ പേപ്പറാണ്, 8 or 9 ഔട്ട്കം ഉണ്ടാവും. അപ്പൊ ആ ഔട്ട്കമിനകത്ത് എഴുതിയ ഒരു ഔട്ട്കം ആയിരിക്കും ഇവാലുവേറ്റ് ദി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഔട്ട്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് എ ടീച്ചർ ഞാൻ എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും അത് പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതിനെ ഇവാലുവേറ്റ് ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ ലെവലിലേക്ക് എൻ്റെ ക്ലാസ്സിനെ ഉയർത്തേണ്ടതായിട്ട് വരും. സമയമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇന്ന കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പറഞ്ഞ് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരുപാട് വലിയ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യവും സമയവും പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ യു നീഡ് നോട്ട് ടു ഡു ഇറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ പിന്നീട് വരുന്ന സെമസ്റ്ററുകളിലായിരിക്കും അതിന്റെ അപ്ലിക്കേഷനും അനലൈസും ഇവാലുവേറ്റും എല്ലാം നടക്കുന്നത്. ഒരു പക്ഷേ PGയിലോ മറ്റോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ പിന്നെ ഔട്ട്കം നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങളുടെ കോഴ്സ് ഔട്ട്കം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് ഒരു കാര്യം അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് അത് പറയാൻ പഠിപ്പിക്കുന്നത് വെച്ചാൽ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ മതി. ആപ്ലിക്കേഷൻ ലെവലിൽ പറയുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ, ക്രിയേറ്റ് ലെവലിൽ പറയുന്ന കാര്യങ്ങൾ ക്രിയേറ്റ്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ക്രിയേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ക്രിയേറ്റ് ഇപ്പം പ്രപ്പോസ് ഓൺ ഓൾട്ടർനേറ്റീവ് മോഡൽസ് ടു ദി കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന്റെ ടീച്ചർ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം എന്താണ് കേരള മോഡൽ വികസനം എന്നുള്ളതിനെ കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടി വരും. അത് ഏതെങ്കിലും ചില സാമൂഹിക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നോക്കൂ. ഇന്ന മേഖലയിൽ, കാർഷിക മേഖലയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചില സാമൂഹിക വിഭാഗങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇവാലുവേഷൻ എന്താണ്? അത് ശരിയായിട്ടുള്ള ഒരു സാധനമല്ല. അത് പിന്നെ അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിന് തന്നെ വിരുദ്ധമായിട്ട് ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പുതിയ മാതൃകകളെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഇന്ന രീതിയിലുള്ള വ്യത്യസ്ത വികസന മാതൃകകളെല്ലാം ഉണ്ട്. അതിൽ എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് ആ അർത്ഥത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർ ഡിസ്കഷൻ കൊണ്ടുപോകും. അതേ സമയത്ത് പ്രപ്പോസ് ഓൾട്ടർനേറ്റീവ് മോഡൽസ് ടു കേരള ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതിന് പകരം അപ്ലൈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് മാത്രമാണ് ഔട്ട്കമിൽ എഴുതുന്നുണ്ടെങ്കിലോ എക്കണോമിക്സിന്റെ ടീച്ചർക്ക് എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നും അത് എങ്ങനെയാണ് കാർഷിക അതുപോലെ വ്യാവസായിക മേഖലയിലും മറ്റു സാമൂഹിക സുരക്ഷാ മേഖലകളിലും എങ്ങനെയാണ് കേരള മോഡൽ വികസനം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതിയോ? പറഞ്ഞു കൊടുത്താൽ മതിയോ? സോ അതുകൊണ്ട് തന്നെയാണ് ഐ ടോൾഡ് യു you need to have a clear-cut understanding on this 6 feature cognitive levels. Remember, understand, apply, analyze, evaluate, create എന്ന് പറയുന്നത്.
അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഈ ആക്ഷൻ വേർബ്സ് നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആക്ഷൻ വേർബ്സ് സർക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം, വെൻ യു പുട്ട് എ ക്വസ്റ്റ്യൻ പിന്നെ ഇടുന്ന സമയത്ത്, എക്സാംസിന് അല്ലെങ്കിൽ അസൈൻമെന്റ് സെമിനാറിന് ഇടുന്ന സമയത്ത് ഈ ആക്ഷൻ വേർബ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ ആക്ഷൻ വേർബ്സിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ദ പെർട്ടിക്കുലർ സ്കിൽ. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പൊ കേരള മോഡൽ വികസനത്തിന് ബദൽ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കേരള എക്കോണമി എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഔട്ട്കം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളവിടെ സ്വാഭാവികമായിട്ടും ഒരു എസ് എ ലെവലിൽ വരേണ്ട ഒരു സാധനമാണത്. അതിന് പകരം നമ്മൾ ചോദ്യത്തിനകത്ത് റൈറ്റ് വാട്ട് ഈസ് കേരള, ആ അർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ആക്ഷൻ വേർബിന് അല്ലാതെ വേറൊരു ആക്ഷൻ വേർബ് കൊടുത്തുകൊണ്ട് ആണ് നമ്മളത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കുട്ടിക്ക് പിന്നെ കേരള മോഡൽ വികസനത്തെ അപഗ്രഥിക്കാനുള്ള ശേഷി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ആക്ഷൻ വെബ്സ് ആർ വെരി ക്രൂഷ്യൽ. ആക്ഷൻ വെബ്സ് ആർ വെരി ക്രൂഷ്യൽ. പലപ്പോഴും ആക്ഷൻ വേർബ്സിലൂടെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് 80% കുട്ടികൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിക്കുന്നത്, അതിന്റെ അപ്പുറത്തോട്ട് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആക്ഷൻ വേർബ്സ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. നമ്മൾ ഈ ആക്ഷൻ വേർബ്സ് കണ്ട് മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിലായിരിക്കണം ചോദ്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ആക്ഷൻ വേർബ്സ് നിങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ ആക്ഷൻ വേർബ്സിലൂടെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് അവര് ആ പറയപ്പെടുന്നത്. ഇപ്പൊ നോക്കൂ, ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പം ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു പ്രോഗ്രാം ഔട്ട്കം. ഇപ്പൊ എക്കണോമിക്സിന്റെ ഞാൻ പ്രത്യേകിച്ച് എക്കണോമിക്സ് അതൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറെ കൂടി മനസ്സിലാവുന്ന എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രോഗ്രാം ഔട്ട്കം ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ ഡിഗ്രി കഴിഞ്ഞാൽ എന്തുണ്ടാവും, വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്താശേഷി, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ശേഷി ഉണ്ടാവും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പിന്നെ എക്കണോമിക്സിന്റെ 5-6 പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ഉണ്ടാവും. ആ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എഴുതുന്ന സമയത്ത് അതിനകത്ത് അവർ ഒരു ഔട്ട്കം ആയിട്ട് പറയുന്ന, സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ഒന്നായിരുന്നു എന്തായിരിക്കും, ടു ഇവാലുവേറ്റ് ദി ഡിഫറെന്റ് ഡെവലപ്മെന്റ് മോഡൽസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയും. കേരളത്തിന്റെയും ഇന്ത്യയുടെയും പിന്നെ വ്യത്യസ്ത വികസന മാതൃകകളെ വിലയിരുത്താനുള്ള ഒരു ശേഷി വിദ്യാർത്ഥിക്ക് BA എക്കണോമിക്സോ അല്ലെങ്കിൽ MA എക്കണോമിക്സ് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാവും എന്ന് പറയും. ഇത് രണ്ടും യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട്, അതായത് POയിലും PSOയിലും പറഞ്ഞിട്ട് നമ്മള് കോഴ്സ് ഔട്ട്കം എഴുതി അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ലാസ്റ്റ് പരീക്ഷന്റെ അന്ന് നമ്മൾ ചോദിക്കുന്നത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ചോദ്യം മാത്രം ചോദിച്ചാൽ എന്ത് സംഭവിക്കും, നിങ്ങളെ കുട്ടിക്ക് വിമർശനാത്മകമായിട്ട് വിലയിരുത്താനുള്ള ശേഷി ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റി പറയുന്നത്. നിങ്ങൾ എക്കണോമിക്സിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസും പറയുന്നുണ്ട്, എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും വികസന മാതൃകകളെ കുറിച്ച് വിലയിരുത്താനുള്ള ശേഷി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചിട്ടില്ല, എന്ത് സംഭവിക്കും, ആ ഒരു ശേഷി നിങ്ങളെ കുട്ടി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആക്ഷൻ വെബ്സ് ആർ വെരി ക്രൂഷ്യൽ. ആക്ഷൻ വെബ്സിലൂടെയാണ് പലപ്പോഴും ഏത് സ്കില്ലാണ്, ചില സമയങ്ങളിലെങ്കിലും ഓവർലാപ്പിംഗ് ഉണ്ടാവും, ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. ഈവൻ ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനനുസൃതമായിട്ടാണ്. അപ്പം ഇനി പ്രോഗ്രാം ഔട്ട്കം എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എഴുതുന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിമ്പിൾ എക്സസൈസ് ആയിട്ട് പറയാണ്. ഇപ്പോ കൊല്ലം SM കോളേജിൽ ഒരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് വരികയാണ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്റ്റുഡന്റ് വരുന്നത്. അവിടുത്തെ ഒരു ടീച്ചർ അടുത്ത് ചെന്നിട്ട് ആ ടീച്ചറോട് ചോദിക്കുകയാണ്, ടീച്ചറെ ഞാൻ +2 ഇങ്ങനെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് എക്കണോമിക്സ് പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെല്ലാമാണ് BA എക്കണോമിക്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഉപകാരമാണ് ഉണ്ടാവുക എന്നുള്ളൊരു പൊതു ചോദ്യമായിരിക്കും കുട്ടി ചോദിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ജനറൽ പേപ്പർ തൊട്ട് ഓരോ കോർ പേപ്പർ തൊട്ട് അവസാനത്തെ സെമസ്റ്റർ വരെയുള്ള 10-16 കോർ പേപ്പറും ഓപ്പൺ കോഴ്സും അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്താ പറയുന്നത്, ഇൻസ്റ്റഡ് നീ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതായത് നിനക്ക് കേരള മോഡൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ വ്യത്യസ്ത വികസന മാതൃകകളെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഫണ്ടമെന്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിനക്ക് മനസ്സിലാവും, കാരണം സ്റ്റാറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിനക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ചില എക്കണോമിക്കൽ ഇന്റർനാഷണൽ തിയറികൾ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പല തിയറികളുണ്ട്, ആ തിയറികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ മനസ്സിലാക്കും.
ഇങ്ങനെ ചില കാര്യങ്ങൾ ജനറൽ ആയിട്ടാണ് ടീച്ചർ പറയുന്നത്. ഇപ്പൊ ഫിസിക്സ് ടീച്ചറോട് വന്നു കഴിഞ്ഞാലും ഫിസിക്സ് ടീച്ചർ അങ്ങനെയായിരിക്കും പറയാം. കൊമേഴ്സിന്റെ സാറിന്റെ അടുത്ത് വന്നു, സാറേ ബികോം ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബികോം കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു കഴിയുമ്പോഴേക്ക് നിനക്ക് ടാക്സ് സംവിധാനത്തെ കുറിച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ അക്കൗണ്ടൻസി നിനക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള നിനക്ക് ചില കാര്യങ്ങൾ പറയും. ഇതാണ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ എല്ലാ പേപ്പേഴ്സിനെയും കൊണ്ടുവരും. എല്ലാ പേപ്പേഴ്സിനെയും ഒന്നിച്ച് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ ഓരോ സെറ്റായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പൊ ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഞങ്ങളുടെ 10-16 പേപ്പർ ഉണ്ടെങ്കിൽ ചില പേപ്പർ തിയറി, ചില പേപ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ചില പേപ്പർ എന്താ പറയാ ഇന്റർനാഷണൽ റിലേഷൻസ്, ചില പേപ്പർ പോളിസി, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് 4-5 വേരിയന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊതുവെ അങ്ങനെ പല രീതിയിൽ എഴുതാം, ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി ചോദിക്കുകയാണ് സിമ്പിളായിട്ട്, എനിക്ക് കൊല്ലം SM കോളേജില് BSc ഫിസിക്സ് പഠിക്കണം, പഠിച്ചപ്പോൾ എന്താ ഉണ്ടാവുക, എന്തൊക്കെയാണ് ടീച്ചർ അതിനകത്തുള്ളത്, അത് പഠിച്ചിട്ട് എന്താ കാര്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുമല്ലോ. അതിന് നമ്മൾ പറയുന്ന മറുപടിയാണ് PSO എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് 5, 6, 7 ഒക്കെ മാക്സിമം പറ്റുള്ളൂ. അത് എഴുതേണ്ട രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ആക്ഷൻ വെർബ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അത് തുടങ്ങേണ്ടത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സിലബസിനകത്ത് ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എങ്ങനെ തുടങ്ങുക? ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചർക്കുള്ള ഇൻസ്ട്രക്ഷൻ, ഔട്ട്കം സ്റ്റുഡന്റിനാണ്. അതുകൊണ്ടാണ് when we move to outcome based education model we say that we are moving from a teacher centric to the learner centric എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഏത് ഔട്ട്കം എഴുതുകയാണെങ്കിലും, പ്രോഗ്രാം ഔട്ട്കം അല്ല ഉദ്ദേശിച്ചത്, കോഴ്സ് ഔട്ട്കം ആണെങ്കിലും PSO ആണെങ്കിലും, യു ഷുഡ് സ്റ്റാർട്ട് ഇറ്റ് വിത്ത് ആക്ഷൻ വെർബ്. നെവർ എവർ സ്റ്റാർട്ട് ഇറ്റ് വിത്ത് ടു. നമ്മൾ പലപ്പോഴും ആൾക്കാർ തെറ്റ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ടു എന്ന് പറഞ്ഞിട്ട് അത് ഒബ്ജക്റ്റീവ് എഴുതുക. അത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് ഔട്ട്കം രണ്ടാണ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്കം എഴുതുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ കോഴ്സ് ഔട്ട്കമിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. കോഴ്സ് ഔട്ട്കം ഈസ് അഗൈൻ വിച്ച് ഈസ് വെരി ക്രൂഷ്യൽ. ദാറ്റ് ഈസ് ദി ക്രൂഷ്യൽ ഫോർ മീ അറ്റ്ലീസ്റ്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഒരു പേപ്പറിനകത്ത് 5 മൊഡ്യൂൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അതിന് 4 ക്രെഡിറ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് 8 എഴുതാൻ പറ്റും. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യാണ്ടാവും. അപ്പൊ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതും. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ പലതവണ എഴുതുമ്പോഴേ ഇത് ശരിയായി വരുള്ളൂ. ആദ്യത്തെ തവണ തന്നെ എഴുതുന്ന സമയത്ത് ശരിയാവുന്നില്ല. ചില കാര്യങ്ങൾ ഇവാലുവേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ആയി അത്തരം കാര്യങ്ങൾ അങ്ങനെ 5. അപ്പൊ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ 8 ഔട്ട്കം എഴുതുന്ന സമയത്ത് ഇപ്പൊ 3 അണ്ടർസ്റ്റാൻഡ് ലെവലിലാവും തുടങ്ങുന്നത്, 1 അപ്ലൈ ലെവലിലും 2 അനലൈസ് ലെവലിലായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു മാത്സിലൊക്കെ ചിലപ്പോൾ 8 ഔട്ട്കം ഉണ്ട് അല്ലെങ്കിൽ 7 ഔട്ട്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 5 അപ്ലൈ ലെവലിലായിരിക്കും, 2 അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. അത് ദാറ്റ് ഡിഫർ അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദ പേപ്പർ. പേപ്പറിന്റെ സ്വഭാവം അനുസരിച്ച് അത് മാറും. അപ്പൊ ചിലതിപ്പോ നമുക്ക് 1ാം സെമസ്റ്ററിൽ ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള പൊതുവെയുള്ള പേപ്പർ, അപ്പൊ ഞങ്ങൾക്ക് 1ാം സെമസ്റ്ററിൽ പൊളിറ്റിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്ന പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ദ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വളരെ ബേസിക് ആണ്. ഈ എക്കണോമിക്സ് എല്ലാ പേപ്പറിനും അങ്ങനത്തെ ഒരു പേപ്പർ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾക്ക് 4 ക്രെഡിറ്റിന് ചിലപ്പോൾ 7 8 എഴുതണമെങ്കിൽ ചിലപ്പോൾ എല്ലാം അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിൽ പറയുന്ന കാര്യം കുട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ, ഒന്നും അപ്ലൈ ചെയ്യാനൊന്നുമില്ല. അതേ സമയത്ത് 5ാം സെമസ്റ്ററിൽ ഫോറിൻ പോളിസി എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്. ഞങ്ങൾക്ക് വിദേശ നയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പേപ്പർ, ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേപ്പർ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ എഴുതുന്ന സമയത്ത് അപ്ലിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ 2-3 2 ഇവാലുവേഷൻ ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ പേപ്പർ. അപ്പൊ ഇതിനകത്തൊന്നും അങ്ങനെ ഒരു ഹാർഡ് ബൗണ്ട് ആയിട്ടുള്ള റൂൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓർത്തു വെക്കേണ്ട കാര്യം, ഇറ്റ് ബിഗിൻസ് വിത്ത് ദി ആക്ഷൻ വെർബ് എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഇങ്ങനെയാണ് പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം, പ്രോഗ്രാം ഔട്ട്കം എഴുതുക. അതിന് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. റിമെമ്പർ ടു ദി ക്രിയേറ്റ്. ആ ലെവലിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുവെ നമ്മുടെ സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നെ സെറ്റ് ചെയ്യപ്പെടുന്ന രീതിയും ഏകദേശം അതേമാതിരിയാണ്. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നോളജ് കാറ്റഗറിയാണ്. നമ്മുടെ മുന്നിലുള്ള ഏതൊരു നോളജിനും കണ്ടന്റിനും കാറ്റഗറി ഉണ്ട്. അത് ഫാക്ച്വൽ കോൺസെപ്ച്വൽ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വളരെ പ്രിമച്വർ ആയിട്ടുള്ള കോൺസെപ്ച്വലി മാത്രം പറയുന്നു. പക്ഷേ നമ്മുടെ പോയിന്റ് എന്താ വെച്ചാൽ വി നീഡ് ടു മൂവ് ഇറ്റ് ഇൻ ദി പ്രൊസീജിയർ എന്നുള്ളത്. ഫാക്ച്വലും കോൺസെപ്ച്വലും നോളജ് ഓഫ് വാട്ട് ആണ്, അത് എന്താണെന്ന് മാത്രം. ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് കോളേജിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല.
കാരണം അപ്പോൾ ഫെഡറലിസം എന്താണെന്നുള്ളതും സെക്യുലറിസം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിക്കൊണ്ട് ഒരു കുട്ടിയും BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ വേണ്ടിക്കൊണ്ട് കേരളത്തിൽ ഒരു കോളേജിക്കും ഇന്ത്യയിൽ ഒരു കോളേജിക്കും വേണ്ട. കാരണം അതിന് നല്ല മെറ്റീരിയൽ ഇന്റർനെറ്റിനകത്ത് അവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറ എന്ന് പറയുന്നത് ദേ ആർ ഹൈലി ലൈക്ക് ഇപ്പോഴത്തെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ കോളേജിൽ എത്തുമ്പോഴേക്കുള്ള ഒരു മാറ്റത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവർ 1ാം ക്ലാസ് മുതൽ തന്നെ ദേ ആർ ലൈക്ക് ദേ ആർ ഇൻട്രൊഡ്യൂസ് ടു എ വെരി ഡിഫറെന്റ് വേൾഡ്. അവസരങ്ങൾ വലിയൊരു ലോകത്തേക്കാണ് അവരെ നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ +2കാർ വരുന്ന സമയത്ത് നമുക്ക് അത്ര ഭീഷണി ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് ഇനി another 5 to 10 years when our kids get into the higher education, ഇപ്പൊ 4ലും 5ലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറയുന്നത് കാരണം അവർക്ക് ഫാക്ച്വലും കോൺസെപ്ച്വലും ആയിട്ടുള്ള സാധനം അറിയാനൊക്കെ ഏതെങ്കിലും ആപ്പ് തുറന്നു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇതറിയാൻ ഞാൻ എൻ്റെ സമയം മുടക്കിയാണ് കോളേജിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ പ്രൊസീജിയറൽ നോളേജ് ആണ് പ്രധാനം. നോളേജ് ഓഫ് ഹൗ സെക്യുലറിസം എന്താന്നുള്ളത്, മതനിരപേക്ഷത എന്താന്ന് പഠിപ്പിക്കുന്നതിനൊക്കെ അപ്പുറത്ത് എങ്ങനെയാണ് മതനിരപേക്ഷത ഇന്ത്യൻ സാമൂഹിക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ട് വരിക. അപ്പം കാര്യങ്ങൾ ആ ലെവലിലേക്ക് മാറ്റുന്നതിന് അത് കോൺഷ്യസ്ലി നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരേണ്ട കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഔട്ട്കമ്മിൽ പറയുക. കാരണം ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന അധികവും അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന രീതിയിൽ നോളജ് ഓഫ് വാട്ടാണ്, എന്താണ് അത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവ സമയങ്ങളിൽ വി മൂവ് ടു ദി നോളജ് ഓഫ് ഹൗ. പക്ഷെ നൗ ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് പ്രൊസീജിയറൽ നോളജ് കാറ്റഗറി അതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് അത് എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ കോൺസെപ്റ്റൽ നോളജ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു സാധനത്തെ വിലയിരുത്താൻ സാധിക്കില്ല. ഒരു സാധനത്തിന് പുതിയ ബദലോ അല്ലെങ്കിൽ പുതിയൊരു ക്രിയേഷൻ ലെവല് സാധിക്കില്ല. അതിന് പ്രൊസീജിയറൽ നോളജ് അറിയണം. ഇപ്പം കേരള മോഡൽ വികസനം എന്താണെന്ന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അതിന് ബദല് പറയാൻ സാധിക്കില്ല. അതിന് പകരം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഓരോ സെക്ടറിനകത്തും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കുട്ടി അറിഞ്ഞാൽ മാത്രമേ അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിനൊരു ബദൽ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൊസീജിയറൽ നോളജിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് വിച്ച് ഈസ് വെരി ക്രൂഷ്യൽ, എസ്പെഷ്യലി മാസ്റ്റേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഡൺ. അതാണ് അവിടെ കാര്യമായിട്ട് വരേണ്ടത് ഒരു സാധനം. ഇപ്പം പലപ്പോഴും വരുന്ന രാഷ്ട്രീയം ഇപ്പൊ കേരളത്തിൽ അത് ആർത്ഥത്തിൽ നമ്മൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ പോലും പല ലിറ്ററേച്ചറിനകത്തും ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു സാധനമുണ്ട്. പല കുട്ടികളും എഴുതിയതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരേ ടീച്ചർ തന്നെ BAയിലും MAയിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നുള്ള, കുട്ടിക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയാറുണ്ട് പലപ്പോഴും കുട്ടികൾ. BAക്കും MAക്കും പഠിപ്പിക്കുമ്പോൾ രണ്ടായിട്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റണം. അത് നോളജ് കാറ്റഗറി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും എന്നുള്ളതാണ്. നോളജ് ഓഫ് വാട്ടിൽ നിന്ന് നോളജ് ഓഫ് ഹൗയിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മളെ ആ ടീച്ചിങ്ങിനകത്ത് പെഡഗോഗിക്കകത്തുള്ള മാറ്റം വരുത്തുന്ന രീതി. അപ്പൊ ഈ പറയുന്ന നോളജ് കാറ്റഗറിയെ കുറിച്ച് നമുക്ക് ധാരണ വേണം. നോളജ് ഡൊമൈനെ കുറിച്ച് നമുക്കൊരു കോഗ്നിറ്റീവ് ഡൊമൈനെ കുറിച്ചൊരു ധാരണ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ PSOയും CO എഴുതുന്ന സമയത്ത് ആക്ഷൻ വേവ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുക. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സസൈസസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാനും സാധിക്കും. സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് ഇൻ ദ ലാസ്റ്റ് 2 days എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ദിസ് ഈസ് ദി ക്രക്സ് ഓഫ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ മോഡൽ. തന്നെയാണ് ഇതിന്റെ ക്രക്സ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി വി മേ ലൈക്ക് മൂവ് ടു ഓൾ ദി അതർ ഡിഫറെന്റ് ആസ്പെക്ട്സ്. സോ താങ്ക് യു. വിദ്യ ടീച്ചറെ. താങ്ക് യു സർ. ഓക്കെ ടീച്ചറെ, നമുക്ക് ഇതിലോട്ട് ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ, അതർവൈസ് മൽസാർ ഈസ് റെഡി. ഹി വിൽ The session is open for discussion. Chat box ഇട്ടാലും മതി. I mean we have couple of discussion in chat box. Q&A ഒന്നുമില്ല. Q&A ഒന്നും വെച്ചിട്ടില്ല. പാർട്ടിസിപ്പൻസ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ Q&A ഇടുക. Teacher, somebody had raised hands. Yes. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഓരോ ലെക്ചർ കഴിയുമ്പോഴും ചോദിക്കുന്നതാണ്. ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്നു പറയും. പക്ഷെ അപ്പോൾ എല്ലാവരും ക്ലിയർ ആണെന്ന് പറയും. ദെൻ ലേറ്റർ വി ഗോട്ട് എ വെരി ഡിഫറെന്റ് ഫീഡ്ബാക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ
നോ നീഡ് ഓഫ് ലൈക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ മനസ്സിലായി. ഇതിപ്പോ പെട്ടെന്ന് ഇപ്പം മനസ്സിലാവണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. മനസ്സിലായിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിച്ചു നോക്കൂ വിദ്യ ടീച്ചറെ. Dr. Preeta PS, do you have anything to ask? Dr. Preeta, Dr. Rehna, നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയാലും മതി. വെദർ യു ഹാവ് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയാലും മതി. Good afternoon, sir. Good afternoon. Okay, shall I ask a question? Definitely, you should. Sir, Bloom's taxonomy is based on the belief that learners must begin by learning the basic or fundamental knowledge about a particular subject or topic. Yes. Am I correct? Yes. So, before we start to teach a particular subject or a topic, we follow this method. But nowadays, I mean, in this COVID-19 pandemic, only online classes are there. So the students are not ready to unmute or left or pretend that they can't hear, simply blaming the internet connection. Not all students, but the majority. My question is, how can we apply this Bloom's taxonomy effectively in this COVID-19 period? One more question is there. The syllabus provided to us by the university is very tough, and we get only hardly 3 months to complete per semester, and with exams throughout the year, evaluation, other activities, and so on, so that we get only limited period for completing the portions. How can we apply this application level or higher level, like analysis, evaluation, and so on? Evaluation is already there. Anyway, how can we apply effectively this Bloom's taxonomy? So I will begin from your second question. That has to be dealt at the university level only. I mean, I cannot say anything on it because it's up to the, because all the members of the board of studies are teachers. A board of studies of chemistry means, what is your subject, Dr. Preeta? I'm from botany, SN College, Kollam. So you know that, I mean, all the board of studies members of botany are botany teachers, right? So it's up to them to fix the syllabus. It's up to them to fix the outcome. So I don't have any comments to make on it. But when it comes to the first question, the first question has nothing to do with whether it is pandemic or not. The point is, if certain stuff, certain part of your syllabus is at the understanding level, then as a teacher, then you need to teach it only at the understanding level. Are you Malayali? Yeah, absolutely. Okay. അതായത് ഇപ്പൊ സിലബസിനകത്ത് ഔട്ട്കം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം കേരള മോഡൽ വികസനത്തിന് ബദലുകൾ നിർദ്ദേശിക്കുക എന്നുള്ളതായിരിക്കും എക്കണോമിക്സിന്റെ കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഒരു ഔട്ട്കം. ക്ലിയർ ആണോ? Okay, right. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അത് ആ ലെവലിൽ ഇനി ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിപ്പിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങളുടെ ബോട്ടണിയിൽ പിന്നെ ഒരു അഗൈൻ ടാക്സോണമി നിങ്ങളുടെ ബോട്ടണിക്കകത്തുണ്ടല്ലോ അല്ലേ? അതിനെ ടാക്സോണമി കുട്ടി മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ലെവലിൽ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ലെവലിലാണ് പൊതുവെ കാണാറ്. ഒരു ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറാണെന്നുണ്ടെങ്കിൽ ഈ ബോട്ടണിയുടെ ഒരു കുട്ടി ആദ്യമായിട്ട് PhD ബോട്ടണിക്ക് വന്നിട്ടുള്ള 1ാം സെമസ്റ്ററിലെ പേപ്പറിൽ ചിലപ്പം 6 ഔട്ട്കം 7 ഔട്ട്കം എല്ലാം അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലായിരിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക. അതായത് ആ കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. അപ്ലൈ ടാക്സോണമി എന്ന് പറയുന്ന ലെവൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്ലാസ്സിനെ ഉയർത്തേണ്ടി വരുന്നുള്ളതാണ് പോയിന്റ്. ഇപ്പോ എന്താ സംഭവിക്കുന്ന ടീച്ചറെ? ഇപ്പോ പ്രീത ടീച്ചർ ഒരു കാര്യം ഒരു പക്ഷെ വളരെ ഹയർ എൻഡിൽ ക്ലാസ് എടുക്കും. വളരെ ഹയർ എൻഡിൽ ഒരു കാര്യം ടാക്സോണമി ഒക്കെ തന്നെ അതിന്റെ വിലയിരുത്തലുകൾ വിശകലനങ്ങൾ വളരെ സമയമെടുത്ത് ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് എല്ലാം എടുത്തുകൊണ്ട് ആ ലെവലിൽ എടുക്കും. മറ്റൊരു ടീച്ചർ ഒരു പക്ഷേ മേ ബി ബിക്കോസ് ഓഫ് ദെയർ കൺസ്ട്രെയിൻസ് അവർ ഒരു പക്ഷേ ഇതൊക്കെ എന്താന്ന് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ അല്ലെ? അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BSc ബോട്ടണി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ടാക്സോണമിയെ കുറിച്ച് എന്താണ് അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗോറിക്കലി ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അവിടെ സ്റ്റാൻഡർഡൈസേഷന്റെ പ്രശ്നം വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഈ സിസ്റ്റത്തെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ OBE മാതൃക കൊണ്ടുവരുന്ന സമയത്ത് പ്രധാനമായിട്ട് മുന്നോട്ട് വരുന്ന സാധനം.
Online or offline or whatever it is, it doesn't have anything to play with the outcome-based education model. Outcome-based education model ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം if you feel that mode of delivery would be better in the offline classroom, obviously it is. അപ്പൊ ചില സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം ചിലപ്പം അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡിന് അത് ഇപ്പം ക്രിയേറ്റ് ലെവലിൽ വെച്ചൊരു കാര്യത്തിൽ ഇപ്പൊ ഇവാലുവേറ്റ് ലെവലിലോ അനലൈസ് ലെവലിലോട്ടോ ഡൗൺ സൈസ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടികൾ നെറ്റില്ല എന്ന് പറയുന്നത് കുട്ടീൻ്റെ അടുത്ത് വന്നുകൊണ്ട് നമ്മൾ എല്ലാ പ്രോസസ്സും വിശകലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല. നമുക്ക് മാക്സിമം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ, ആ കുട്ടി കോൺസെപ്റ്റ് എങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള അവസ്ഥയ്ക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പൊ അതാണ് ഈ ഓട്ടോണമസ് കോളേജുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. ബിക്കോസ് ദേ ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി, ബിക്കോസ് അവർക്ക് അവരുടെ ഒരു സാഹചര്യം മാത്രം നോക്കിക്കൊണ്ട് ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ യൂണിവേഴ്സിറ്റി, ബിക്കോസ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ കോളേജുകളെയും കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണിവേഴ്സിറ്റികൾ എടുക്കാൻ പറ്റും. So does it make sense, Dr. Preeta? Okay, sir. ഇത് അതുപോലെയാണ് സാർ, ഇതുപോലെ ആരെങ്കിലും ഒന്ന് പറയൂ മനസ്സിലായോ എന്ന് ചോദിച്ചതുപോലെയാണ് ശരിക്കും ഞങ്ങളും ക്ലാസ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സമയം. അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ലേ, ഞങ്ങളെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. വളരെ ബ്രില്യന്റ് ആയിട്ട് ടീച്ചർ അത് പ്ലേസ് ചെയ്തത് ആ കാര്യം. താങ്ക് യു. Question paper preparation. Thank you, sir. Usually use words what is, describe, explain it and all. So your class is good for changing this kind of. Thank you. Whether Bloom's taxonomy approach is applicable to all disciplines, more or less. നമുക്ക് എല്ലാ ഡിസിപ്ലിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ to an extent, like it is possible എന്നുള്ളതാണ്. Manusa will definitely have a detailed discussion. നമ്മൾ by the end of our course, നമുക്ക് ഈ ഒരു question we will definitely take it up. Whether Bloom's taxonomy approach is applicable to all disciplines. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത ഡോക്ടർ ആന്റണി PJ has asked this question. ഇപ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ now you are in the process of writing your outcome. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്കം എഴുതാൻ പറ്റുന്നുണ്ടോ, ബിക്കോസ് യുവർ ടീച്ചേഴ്സ് ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. by the end of your this 5 or 6 days exercise you will come to know that. We will definitely take this up. Dr. Anthony sir. Dr. Anthony PJ. Okay, I will write it in the chat box. അത്രേ പറയാനുള്ളൂ. By the end of this program, you will മനസ്സിലാവും whether it is applicable in all disciplines or not. Any other question? Anthony sir has something to say. ആർക്ക്? Anthony sir. Anthony sir. Sir, please. So, sir, yeah, that was my question, sir. Whether it is applicable to all the disciplines, because. Okay, നമുക്ക് നോക്കാം sir. സാറിന്റെ സബ്ജക്ട് ഏതാ? Yeah, my subject is zoology. Zoology. Okay, let's see, like by the end of this program whether you will be able to write. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ വെറുതെ എഴുതിയോണ്ട് കാര്യമില്ല. എഴുതുന്ന സമയത്ത് അത് പോസിബിൾ ആണോ എന്നും കൂടി മനസ്സിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ എഴുതുന്നത്. സോ എസ്പെഷ്യലി കോഴ്സ് ഔട്ട്കം, പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എല്ലാവർക്കും എഴുതാൻ പറ്റും, എല്ലാ ഡിസിപ്ലിനും പറ്റും. പക്ഷെ കോഴ്സ് ഔട്ട്കമിലാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പേപ്പറിലും ഇത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. We will deal it by the end of the workshop. Okay. Yes, similarly, if the university fixed the program specific outcomes, whether the students from all the areas, I mean from rural as well as from town areas, all the students can understand. അതാണ് സാർ ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം യൂണിവേഴ്സിറ്റി ലെവലിൽ ഔട്ട്കം എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ്, എല്ലാവരും ഒന്നിച്ച് ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ എഴുതുന്ന ഔട്ട്കമിൽ ചിലത് വലിയൊരു വിഭാഗം കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ചിലത് വലിയൊരു വിഭാഗം കുട്ടികൾക്ക് ഒട്ടും ചലഞ്ചിങ് അല്ലാത്ത അവസ്ഥയും വരും. സോ ദാറ്റ് ഇഷ്യൂ ഇസ് ദർ. വാട്ട് യു ഹാവ് റൈസ്ഡ് ഇസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. Thank you. Dr. Bera has raised her hand. Dr. Bera, do you have any questions? കേൾക്കാമല്ലോ. കേൾക്കാം.
എക്സാമ്പിൾസ് പറയുമ്പോൾ പലപ്പോഴും സയൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ബേസ് ചെയ്താണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന പല സ്ഥലത്ത് പല കൺഫ്യൂഷൻസും ഉണ്ട്. അപ്പോൾ മലയാള ഭാഷയെ ബേസ് ചെയ്തെങ്കിലും എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞു പോരുന്നെങ്കിൽ നന്നായിരുന്നു. ടീച്ചറെ നമുക്കത് അത് പറയാം. നമുക്ക് ഇനി എന്ന് വെച്ചാൽ നിങ്ങളിത് എഴുതുമല്ലോ. ഇനിയിപ്പോ ടീച്ചർ നമ്മൾ ഔട്ട്കം എഴുതുമല്ലോ നിങ്ങൾ മലയാളത്തിന്റെ, ആ സമയത്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ഡീൽ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സ്റ്റോപ്പ്. ഡോക്ടർ മണിലാൽ I think there are no more questions. There are no more questions in the chat box or Q&A box. Sir, we can move to the next session, sir. Okay. Answer. Thank you all.
ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, sir. കേൾക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴ് സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. I think you have seen my comments I sent in your doc files. I think already something around more than 40 people have submitted their PSOs. And most of the PSOs, around 90% of that 40 PSOs are considerably well written. I think most of you have received some understanding about what is happening in PSOs writing. And the concept-wise, the PSO is properly written, and except very few cases. So I will try to point out that some of the issues I have understood in the PSOs which I have seen you. And one is Arun Prasad, കുഴപ്പമില്ല. സുമാ ലക്ഷ്മി, ഞാൻ കുറച്ച് കേസുകളിൽ ഞാൻ കണ്ടത് വലിയ കറക്ഷൻസ് ഇല്ല. എല്ലാത്തിലും ഞാൻ ഒരു ചില കമന്റ്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് അവർ ഡിസ്കഷൻ ഷുഡ് ബി ലിമിറ്റഡ് ഓർ കൺഫൈൻഡ് ടു ദിസ് പർട്ടിക്കുലർ ഏരിയ. അപ്പം പർട്ടിക്കുലർ ഏരിയ ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് PSO ആണല്ലോ. അപ്പം PSO ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒരു തരത്തിൽ എന്നോട് ഇപ്പം നമുക്ക് അത്തരം ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല, ജനറൽ ആയിട്ടുള്ള പല ഇഷ്യൂസും എനിക്ക് തോന്നുന്നതേ നമുക്ക് അത്തരം ജനറലൈസ് ആയിട്ടുള്ള ജനറിക് ആയിട്ടെന്നൊക്കെ പറയുന്ന പോലത്തെ പൊതു കേസുകൾ ഈ ഒരു അറ്റ് ദി നോവെയർ ഇൻ ഓൾമോസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് അവർ പ്രോഗ്രാം അതിൽ വലിയ പ്രസക്തമില്ല. അതുകൊണ്ട് നമ്മൾ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിനെ മാത്രം അഡ്രസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അരുൺ പ്രസാദ്, സുമാലക്ഷ്മി, ആര്യ, ആരണ്യ, ശശി, ലത, സദാനന്ദൻ, ശ്രീജ, ശ്രുതി, ലക്ഷ്മി സൂര്യ, ബി ഹരി, പിന്നെ അശ്വതി, മോഹൻ, വിനോദ്, അഞ്ജന, സുലേഖ, ഇങ്ങനെയുള്ളവരുടെ എനിക്ക് തോന്നി കാര്യമായി വലിയ കറക്ഷൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് അവർ ചെയ്തത് മിക്കവാറും അത് ഒരുവിധം കറക്റ്റ് ആയിട്ട് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം എനിക്ക് സജസ്റ്റ് ചെയ്യാനും പറ്റുന്ന കമന്റ്സ് എന്ന് പറയുന്നത് only into their how they have structurally arranged in terms with the Google's the Bloom's taxonomy. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഔട്ട്കം എഴുതുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ലിമിറ്റഡ് വിത്ത് 2 to 4 sentences. One sentence is one statement. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് ഒരു കോർ സബ്ജക്റ്റില് 20 കോർ സബ്ജക്ട്സ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 20 കോർ സബ്ജക്റ്റിലെ പേപ്പറുകളെ നമ്മൾ ഒരു 4 ഗ്രൂപ്പ് ആക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് ഗ്രൂപ്പ് ചെയ്യും? സത്യത്തിൽ അതിന്റെ ആ ലെവലിലുള്ള എഫർട്ട് ആണ് അതിൻ്റെ അകത്ത് വേണ്ടത്. പക്ഷേ നോർമലി PSO എഴുതുമ്പോൾ ഒരു ടീച്ചറിന് പെർഫെക്റ്റ് ആയിട്ടൊരു PSO ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഓരോ PSOയും ഓരോരുത്തരും എല്ലാ 4 PSOയും അല്ലെങ്കിൽ 2 തൊട്ട് 4 വരെയുള്ള ഒരു പ്രോഗ്രാമിന്റെ 2 തൊട്ട് 4 വരെയുള്ള PSOകളെല്ലാം എഴുതാൻ നിങ്ങളോട് ഓരോ വ്യക്തികളോടും ആവശ്യപ്പെടുന്നതിൽ ഒരു
ഒരു ചോദിക്കുന്നതിൽ തന്നെ ലോജിക് ഇല്ലല്ലോ. എന്താ ലോജിക് ഇല്ലാത്തത്? ബിക്കോസ് അതിൻ്റെ അകത്തെ 16 അല്ലെങ്കിൽ 20 സബ്ജക്റ്റുകൾ പേപ്പറുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു ടീച്ചറല്ല, പല ടീച്ചേഴ്സാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ടീച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതേസമയത്ത് ഞാൻ ചോദിക്കുകയാണ്, കോഴ്സ് ഔട്ട്കം എഴുതുക എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് വെരി ഈസി, ദാറ്റ് നോ അറ്റ്ലീസ്റ്റ് യുവർ കോൺട്രിബ്യൂഷൻ ഈസ് ഇറ്റ്സ് സഫിഷ്യന്റ് ദെയർ. പക്ഷേ ഒരു PSO എഴുതുമ്പോൾ നാച്ചുറൽ. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ കഴിഞ്ഞ എക്സസൈസ് ചോദിച്ചത് PSO നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഓരോരുത്തരും PSO എഴുതാനാണ്. അപ്പൊ ആ PSO പൂർണ്ണത ലക്ഷ്യമിടുന്ന ഉദ്ദേശത്തിനല്ല നമ്മൾ ആ PSO ചോദിച്ചത്. പകരം നമുക്കൊരു പ്രാക്ടീസ് ആകുകയും എന്താണ് യഥാർത്ഥത്തിൽ ഒരു PSO എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അപ്പം ഒരു PSO എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അതർവൈസ് നോർമലി യു ക്യാൻ write a proper 4 PSOs or 2 to 4. ഞാൻ എപ്പോഴും അത്തരം നമ്പറുകൾ പലപ്പോഴും പറയുന്ന ആ നമ്പറിനൊരു റേഞ്ച് ഉണ്ട്. 2 to 4 മതി. 2 എണ്ണം കൊണ്ടും ഒരു പ്രോഗ്രാം മൊത്തം നമുക്ക് എഴുതി പൂർത്തിയാക്കാം. അതല്ലെങ്കിൽ 4 എണ്ണം വരെ ആവാം. അപ്പൊ അതുകൊണ്ട് ആ നമ്പർ പറയുന്നതിൽ വലിയ കഥയില്ല. അപ്പൊ 2 or 4 PSOകൾ നിങ്ങൾ ഓരോരുത്തരും എഴുതിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി, this is not a product I can prepare myself. If that product should be beautiful and sensible and properly addressing all the entire that different subjects involved into that program, then I should definitely ask or consult with others or take expertise opinion from somebody. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കോഴ്സിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. ഒരു പക്ഷേ ഞാൻ 1 or 2 പരമാവധി ഒരു 4 കോഴ്സ് വരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു UG പ്രോഗ്രാമിലോ അല്ലെങ്കിൽ PG പ്രോഗ്രാമിലോ. പക്ഷെ എനിക്ക് ആ 4 എണ്ണവും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ ഒരു PSO എഴുതാം. ബട്ട് വാട്ട് അബൌട്ട് അതർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പേപ്പേഴ്സ്? സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പരിമിതിയോടുകൂടിയാണ് നിങ്ങളെല്ലാം തയ്യാറാക്കിയത്. എങ്കിലും 40-45 പേരോളം എഴുതിയ PSOകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സാറ്റിസ്ഫാക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇതിന്റെ ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. കാരണം നമ്മൾ പലപ്പോഴും 50-60 പേരുള്ള വർക്ക്ഷോപ്പുകളിൽ ഹാൻഡിൽ ചെയ്യുമ്പം ഒരു ഇത്രയും ഒരു അറ്റൻഷൻ കൊടുത്ത് എഴുതിയ PSO നമ്മൾ ഇത്രത്തോളം പെർസെൻറ്റേജ് കാണാറില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഉദ്ദേശം ഒരു 50% ആൾക്കാരും ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, അവരൊരുവിധം ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ ചിലതിലൊക്കെ PSOയിൽ ഞാൻ മെയിനായിട്ടും കണ്ട പ്രശ്നങ്ങൾ നമ്മൾ പറയാം. അതായത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷൻ വെർബ് യൂസ് ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് ആക്ച്വലി ആക്ഷൻ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലായി. ആക്ഷൻ വെർബ് യൂസ് ചെയ്യുന്നത് എന്താ, ഡിഫറെന്റ് ഓരോ ആക്ഷൻ വെർബിനും ഓരോരുത്തർക്കും ഇന്റർപ്രറ്റ് ചെയ്യാൻ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ ഉള്ള ചർച്ച സെഷനുകളിൽ നമ്മൾ സൂചിപ്പിച്ചു, റിമെമ്പർ തൊട്ട് ക്രിയേറ്റ് വരെയുള്ള 6 വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ദാറ്റ് ഈസ് 6 ആക്ഷൻ വെർബുകൾ. ഈ ആക്ഷൻ വെർബുകൾ നിങ്ങളെ വെറുതെ പരിചയപ്പെടുത്തിയാൽ നിങ്ങളെല്ലാം ഏതെല്ലാം രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും? തീർച്ചയായിട്ടും everyone will have a separate kind of interpretation and we all are experts, so experts in interpreting anything. So that means remember എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് റിമെമ്പർ ഞാൻ കൊടുക്കുന്ന ഒരു ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കാം, ഞാൻ കൊടുക്കുന്ന എൻ്റെതായ വിശകലനത്തിലായിരിക്കും ഞാൻ പറയുന്നത്. മേ ബി അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ആണെങ്കിലും അപ്ലൈ ആണെങ്കിലും അനലൈസ് ആണെങ്കിലും ഇവാലുവേറ്റ് ആണെങ്കിലും ക്രിയേറ്റ് ആണെങ്കിലും ഒക്കെ. സോ everyone can have their own interpretations. But when we consider this aspect strictly, that terms is connected with the Bloom's taxonomy, then there is certain limitation. We cannot think or we cannot interpret that terms in your own idea, but to follow that what actually Bloom's have interpreted that particular words. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണല്ലോ, ഏതൊരു സയൻസ് ആണെങ്കിലും ഏതൊരു സോഷ്യൽ സയൻസോ ഏത് സബ്ജക്റ്റ് ആയിട്ട് അതിന്റെ ചില തിയറീസ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ തിയറീസ് എന്ന് പറഞ്ഞാൽ if one theory is established among many people, many group of experts or particular scholars in that particular field, then we will have to accept that. അതുപോലെ തന്നെയാണ് ഇപ്പൊ UGC ഒരു സ്കീം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു റിസർച്ച് ഫൈൻഡിങ് ഒരാൾ കൊണ്ടുവന്ന പോലെയാണ് ബ്ലൂംസിന്റെ അല്ലെങ്കിൽ ആൻഡേഴ്സന്റെ പുതിയ റിവൈസ്ഡ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പൊ ആ ടാക്സോണമി നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ആ ടാക്സോണമി ഫോളോ ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മളെ സജസ്റ്റ് ചെയ്ത് നമ്മുടെ റെഗുലേറ്ററി സംവിധാനങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ then once we select that one, then you should not have any you don't have any role to interpret your own way, but to interpret strictly in terms with what
Anderson or Bloom's have suggested. അപ്പൊ അതൊന്നും പ്രധാനമായിട്ടിരിക്കും. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതിയാലും ഇനി അണ്ടർസ്റ്റാൻഡിന്റെ പാരലായിട്ട് അണ്ടർസ്റ്റാൻഡിന്റെ അതേ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട് നിരവധി ആക്ഷൻ വെർബുകൾ നമ്മൾ ഉപയോഗിച്ചാലും നിങ്ങൾ തീർച്ചയായിട്ടും അത് അണ്ടർസ്റ്റാൻഡ് ലെവലിൽ തന്നെ ഉള്ളതാണ്. അതേസമയത്ത് അപ്ലൈ എന്ന് പറയുന്ന ആ കാറ്റഗറി നിങ്ങൾ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ ബിക്കോസ് യു ആർ ഫോളോയിങ് ബ്ലൂംസ് ടാക്സോണമി. അതുകൊണ്ട് അതിനകത്തും തന്നെ നിങ്ങൾ എടുക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, അതുകൊണ്ട് തീർച്ചയായിട്ടും ടാക്സോണമി അല്ല ഇത് എഴുതുമ്പോൾ PSO എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ വെർബ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ always keep a uniform standardized method. That means only use the action verbs connected with Bloom's. നിങ്ങൾ ഒരു ആക്ഷൻ വെർബ് എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യണം. കാരണം അത് തീർച്ചയായിട്ടും ഇതാണ്. ബിക്കോസ് നിങ്ങൾ റിമെമ്പറൊന്നും ഈ 6 എണ്ണം ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ആക്ഷൻ വെർബുകൾ അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ഷൻ വെർബ് ഏത് പർട്ടിക്കുലർ കോഗ്നിറ്റീവ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നത് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമേ അത് എഴുതാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മാറും, മാത്രമല്ല വായിക്കുന്നവർക്കും അതിന്റെ അർത്ഥം മാറും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഇപ്പൊ എഴുതിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. കാരണം ചൂസ് ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഉദ്ദേശിച്ച അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വെർബ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ക്ലിയർ ആണ്. കാരണം ആർക്കും അതല്ലാതെ ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷൻ വെർബ് ഞാൻ സ്വന്തമായിട്ട് വേറൊരു ബുക്കിൽ കണ്ടു അതാണെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുമോ? ഇല്ല. കാരണം ഇതിനകത്തുണ്ട്. ഇതിനകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സവിത ടീച്ചറും MA ആണ് ചെയ്തത്. അങ്ങനെ 2-3 ടീച്ചേഴ്സ് MA പ്രോഗ്രാമിന്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളത് MA ആണോ UG ആണോ PG ആണോ ചെയ്യുന്നതെന്നുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ പിന്നെ നമ്മൾ ആദ്യം നിങ്ങൾ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. എല്ലാവരും ഒന്നെങ്കിൽ PGയുടെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരും UGയുടെ ചെയ്യാന്നുള്ളത്. പിന്നെ മറ്റൊരു സംഗതി, ഒരാളുടെ ടീച്ചറിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചാന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതൊന്ന് നോക്കിയാലും കമന്റ്സ് ചിലപ്പോൾ ഞാൻ റിപ്ലൈ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ പലതിലും ഉള്ള വേറൊരു പ്രശ്നം കണ്ടത്, എല്ലാ ആക്ഷൻ വെർബുകളും ചിലർ എഴുതിയേക്കുന്ന എല്ലാ ആക്ഷൻ വെർബും പിന്നെ ഒരു ഹയർ കോഗ്നിറ്റീവ് ലെവലിലുള്ള ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സിലുള്ള ആക്ഷൻ വെർബുകൾ എഴുതിയ. ഉദാഹരണത്തിന് ഇവാലുവേറ്റിൽ പലതും അങ്ങ് തുടങ്ങുന്നു, ചിലത് അങ്ങ് അനലൈസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ എഴുതിയേക്കുന്നത് ക്രിയേറ്റ് ലെവലില്. ഞാനിത് ഇന്നലെ നമ്മൾ സംസാരിച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം PSO എന്ന് പറഞ്ഞാൽ ആക്ച്വലി PSO ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എൻഡ് ഓഫ് ദി പ്രോഗ്രാം ഒരു 4-5 കോഴ്സിനെ എല്ലാ PSOയും കൂടെ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ PSOകളെ എല്ലാം 2-3-4 സെന്റൻസുകളാക്കി മാറ്റുന്നുള്ളൂ. അപ്പൊ ഓരോ സെന്റൻസും കുറേയേറെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ പല PSOകൾ വഴി നമ്മൾ എല്ലാ കോഴ്സിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് സ്റ്റുഡന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു PSO എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ഇൻ അവർ ഓൾ ഡോക്യുമെന്റ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു PSO തയ്യാറാക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓൾ കാറ്റഗറിക്കലി ഡിക്ലെയർഡ് ആയിട്ടുള്ള ഏത് ഡോക്യുമെന്റിലും നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതാണ് അത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റ് അധ്യാപകർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിലെ തന്നെ എല്ലാ അധ്യാപകർക്കും ഇതിന്റെ PSO ആ പർട്ടിക്കുലർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഔട്ട്ലൈൻ കിട്ടുള്ളൂ. അത് മാത്രമല്ല പേരൻസിനും കുട്ടികൾക്കും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവർക്കും ഇതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടണം. ബിക്കോസ് നിങ്ങളുടെ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടി ഈ സ്ഥാപനം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ. ഫോർ എക്സാമ്പിൾ, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥിതിയൊന്നും ഇല്ല. കാരണം വിദേശത്ത് ഇപ്പൊ ഇംഗ്ലണ്ടിലെ ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലെ സിറ്റിക്കകത്ത് ചിലപ്പോൾ ഒരു 50-60 കോളേജ് കാണും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളായിരിക്കും. അതെല്ലാം കോളേജുകളെക്കാൾ കൂടുതൽ അവിടെ യൂണിവേഴ്സിറ്റി ആണ് തോന്നുന്നു. അപ്പോൾ ഒരിടത്ത് എല്ലായിടത്തും കോഴ്സുകളുണ്ട്, അല്ലെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ള സാധ്യത അവനത് പോയി പഠിച്ചതിന് ശേഷം അല്ല അത് പിടിക്കുന്നത്, അല്ലെ സിലബസ് മുഴുവൻ വായിച്ചു നോക്കിയിട്ടല്ല. പകരം അവനൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നത് എന്താണോ എന്നിട്ട് അയാൾ ചൂസ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് ഹാവിങ് എ വെരി സം കൈൻഡ് ഓഫ് ഇറ്റ് ഈസ് ബെറ്റർ
റിട്ടേൺ ഓർ ഇത് കൂടുതൽ ഇവിടുത്തെ ആണ് കുറച്ചുകൂടി എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം ആണ് വിലയിരുത്തപ്പെടേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കമിനെ കാണേണ്ടത്. നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം മറ്റു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പ്രോഗ്രാം തമ്മിൽ ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്നെസ്സോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം വ്യത്യസ്തതയോ ഇനി വ്യത്യസ്തതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ പ്രോഗ്രാം ഏറ്റവും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം, അല്ലെ ഏറ്റവും പ്രോപ്പർലി ആർട്ടിക്കുലേറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വായിച്ചാൽ ഒരാൾക്ക് കൃത്യമായി അതിന്റെ ഔട്ട്കം ലക്ഷ്യം മനസ്സിലാവണം. കാരണം 2 കൊല്ലം കഴിഞ്ഞാൽ ഈ കുട്ടി ഇത്ര ഏരിയയിലെ അവൻ മനസ്സിലാകുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? എല്ലാവരും എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ അതിൻ്റെ അത് നടത്തിയിട്ടുണ്ടാവും. പക്ഷെ പലർക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ മറ്റൊരാൾ വന്ന് എൻ്റെ ആ പ്രോഗ്രാമിനെ അസസ് ചെയ്താൽ അയാൾക്ക് അട്രാക്റ്റീവ് ആയിട്ടോ അയാൾക്ക് മറ്റൊരു ഒരു വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെ വളരെ ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന പ്രോഗ്രാമുമായിട്ട് മാച്ച് ചെയ്യുന്നതോ കടപിടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലാണോ നിങ്ങൾ ഓരോരുത്തരും ഈ PSO എഴുതിയതെന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. സോ അതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ഏരിയയും നമ്മൾ ഒരു പക്ഷേ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും PSO എഴുതുമ്പോൾ. പക്ഷേ ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ഒരു PSO ഏറ്റവും ഭംഗിയും ഏറ്റവും അട്രാക്റ്റീവും അത്രയും നല്ല ഒരു പ്രോഗ്രാമിന് ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ PSOയിൽ കൂടെ നിങ്ങൾ കൊടുക്കുന്നതും അത്രത്തോളം അട്രാക്റ്റീവും അത്രത്തോളം അപ്ഡേറ്റഡും അല്ലെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലും ഒക്കെ ഉള്ള പുതിയ ട്രെൻഡും പഠിപ്പിക്കുന്ന അഡ്വാൻസ്മെന്റും ദാറ്റ് ഫീൽഡിലെ അഡ്വാൻസ്മെന്റും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭംഗിയായ PSO പ്രസന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അട്രാക്റ്റീവ് ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം, അത്തരം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു PSO നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് വെരി എന്താ ഞാൻ ഉദ്ദേശിച്ച വളരെ ക്വാളിറ്റി ഉള്ള കോഴ്സുകൾ അവിടെ അതിനെ ആ ലക്ഷ്യം കൈവരിക്കാനുള്ള കോഴ്സുകൾ നിങ്ങൾ ഡിസൈൻ ചെയ്യാന്നുള്ളതായിരിക്കണം അടുത്ത ഘട്ടം. അപ്പൊ ആദ്യം നമ്മൾ നല്ല PSO ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തത് എന്താ? നിങ്ങളുടെ സിലബസ് എടുത്തിട്ട് റെഫർ ചെയ്തിട്ട് PSO ഉണ്ടാക്കി. നിങ്ങളുടെ സിലബസ് എടുത്ത് റെഫർ ചെയ്ത് PSO ഉണ്ടാക്കിയാൽ എന്തായാലും ആ സിലബസിന്റെ പരിമിതിയിൽ നിന്ന് വെളിയിലേക്ക് പോവോ? ഇതുവരെ നിങ്ങൾ പഠിപ്പിച്ചേക്കുന്ന അതിന്റെ ക്വാളിറ്റിയുടെ അപ്പുറത്തേക്ക് അതൊരിക്കലും എത്തില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുക, നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞാൽ ടോപ്പ് ഡൗൺ സ്കീം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി തന്നെ ആദ്യം നിങ്ങളുടെ റെഫറൻസേ ഇല്ല, നിങ്ങളുടെ കോഴ്സുകളെ കുറിച്ചോ ധാരണ ഇല്ലാതെ നിങ്ങളൊരു PSO തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ എന്തെല്ലാം ഏറ്റവും ഡിമാൻഡ് ഏതൊക്കെ ഞാൻ ഇന്നലെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അത്തരത്തിലുള്ള പുതിയ ആശയങ്ങളും പുതിയ ഇന്നോവേഷൻസും ഒക്കെ വരുകയും വേണം, അപ്ഡേഷൻ നടക്കണം. എന്നാൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രോഗ്രാമിന്റെ അല്ലെ അത്തരം കോഴ്സുകളെ നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. ഓരോ കോഴ്സിലും വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഏതെങ്കിലും വിദേശത്തെ അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്ഥാപനങ്ങളെയുമായിട്ട് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് നിങ്ങൾ ഒരു PSO തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്? കാരണം ഏറ്റവും പുതുമയുള്ള സംഗതി അല്ലെ ഏറ്റവും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഇന്നത്തെ ഡിമാൻഡ്, എൻ്റെ ഈ സബ്ജക്ട് പഠിച്ച കുട്ടിക്ക് ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഞാനിവിടെ എൻ്റെ PSOയ്ക്കകത്ത് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ആ PSOയിൽ പരാമർശിക്കേണ്ടി വരും. ചുമ്മാ ടൈറ്റിൽ മാത്രം എഴുതി വെച്ചാൽ പോരാ. അതിന്റെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എനിക്ക് എവിടെയെങ്കിലും സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടി വരും. ആ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ അത് വായിക്കുന്ന ഒരാൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുള്ളൂ. നിങ്ങളുടെ PSO ആയിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ പോകുന്നത്, നിങ്ങളുടെ PSO ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് പോകുന്നത്. അപ്പൊ അത്തരം രീതിയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ PSO അങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത് ആ രീതി മെൻഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ മെൻഷൻ ചെയ്ത അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മെൻഷൻ ചെയ്ത സ്പെസിഫിക് ഏരിയാസ്, അതായത് അതൊന്നും പുതിയതായിട്ട് വന്നതാ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു, പുതിയത് കുറെ സംഗതികൾ ഞാൻ ഒഴിവാക്കിയിട്ട് പകരം ഞാൻ പുതിയ സംഗതികൾ പലതും കയറ്റി. അങ്ങനെയാണെങ്കിൽ ആ സംഗതി ഇനി എങ്ങനെ ഞാൻ പഠിപ്പിക്കും? അടുത്ത നമ്മുടെ ചലഞ്ച് അതല്ലേ. ആ ചലഞ്ച് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ കോഴ്സ് ഔട്ട്കമത്തിൽ കൂടെ നമ്മൾ അത് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് നിലവിലുള്ള സിലബസ് അല്ല, സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, സിലബസ് എന്ന എക്സിസ്റ്റിംഗ് നമ്മുടെ സിലബസിനെ മോഡിഫൈ ചെയ്യുകയോ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കുക എന്നുള്ളത് അല്ല സത്യത്തിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ
പ്യുവർ സെൻസിൽ പറഞ്ഞാൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം മേളിൽ നിന്ന് തുടങ്ങുക നമ്മൾ, എന്നിട്ട് താഴേയിലേക്ക് ഒരു വലിയൊരു ഫ്രെയിംവർക്ക് നമ്മൾ ഉണ്ടാക്കി ആ ഫ്രെയിംവർക്കിലേക്ക് വേണ്ട അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്, അല്ല താഴെ എന്നല്ല. നമ്മൾ ആദ്യം കോഴ്സ് ഉണ്ടാക്കിയിട്ട് ആ കോഴ്സ് എല്ലാം കൂടെ ചേരുന്ന ഒരു പിരമിഡ് അങ്ങനെ ഉണ്ടാക്കുകയല്ല, ഒരു പിരമിഡ് തിരിച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലുള്ള രീതിയിലായിരിക്കും. വാട്ട് എവർ ഇറ്റ് ബി, ഏത് രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സംഗതിയാണ് ഉള്ളത്. പിന്നെ ചിലരുടെ PSO ഞാൻ കണ്ടു, അതിനകത്തൊരു പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കാം, പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം, ആ ടീച്ചർ എഴുതിയേക്കുന്ന പല ടീച്ചേഴ്സ് എഴുതിയതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹയർ കോഗ്നിറ്റീവ് ലെവലില് നമ്മൾ ആദ്യം തന്നെ ആ PSOയിൽ അങ്ങ് ചേർത്തു. കോഗ്നിറ്റീവ് ഒരു അണ്ടർസ്റ്റാൻഡ് എഴുതുന്നു, അല്ലെങ്കിൽ അപ്ലൈ എഴുതുന്നു. ഈവൻ അപ്ലൈ എഴുതിയാൽ പോലും അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അപ്ലൈ എന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിഫറെന്റ് കൺസെപ്റ്റ്സ്, സാധനങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇനി പല സബ്ജക്റ്റുകളുടെ ബാക്കി ഒരു PSOയിൽ എഴുതിയെന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? സോ നിങ്ങൾ അപ്ലൈ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതെന്താ? അത് നിങ്ങളുടെ അപ്ലൈ അല്ല, അത് ബ്ലൂംസിന്റെ അപ്ലൈ ആണ്. ആ അപ്ലൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ കംപ്ലീറ്റ് ആ ടോപ്പിക്കും അതിനകത്ത് നിങ്ങൾ ബാക്കി പറഞ്ഞേക്കുന്ന മുഴുവൻ കോഴ്സുകളും ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ എഴുതി വെച്ചാൽ കുട്ടി അത്, അല്ലെങ്കിൽ അത്തരം സ്റ്റേക്ക് ഹോൾഡർ കാണുന്നത് എന്താ? ഇത് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണ്. ആ പ്രോഗ്രാം, ആ പർട്ടിക്കുലർ PSO3 എന്ന് പറയുന്നത് മുഴുവൻ അപ്ലൈ ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അവര് ഫീൽഡ് വർക്ക് കാണും, അവർക്ക് എക്സ്പെരിമെന്റൽ പാർട്ട് കാണും, അല്ലെങ്കിൽ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലോ അതോ അല്ല മാത്തമാറ്റിക്കലോ ഒക്കെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചായിരിക്കും പലതരത്തിലുള്ള കൊമേഴ്സും BCom അതിന്റെ ഒക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്, പിന്നെ ബാങ്കിങ് സെക്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി സാധനമായിരിക്കും ചെയ്യുന്നത്. മറ്റൊരു ചിലപ്പം പറയുന്നത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ ഇപ്പം ലാംഗ്വേജ് ടെക്നോളജി അഡാപ്റ്റേഷനും ഒക്കെ ആയിരിക്കും. ഇതുവരെ നമ്മൾ പഠിപ്പിക്കാത്ത പല സാധനങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സ് നമ്മൾ ഉള്ള ആക്ഷൻ വെർബ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് ഉപയോഗിച്ചാലുള്ള ഏറ്റവും വലിയ പ്രശ്നം, അത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ച ആ സെന്റൻസിന്റെ അല്ല ആ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതിൽ പിന്നീട് അതിനുശേഷം നിങ്ങൾ എഴുതുന്ന ഓരോ പാർട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ആ ലെവലിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അത് പ്രായോഗികമാണോ? അപ്പൊ ഒരിക്കലും പ്രായോഗികമല്ലെന്നുള്ളത് എങ്ങും ആലോചിക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് എന്ന് എഴുതി ഒരു PSO സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടർസ്റ്റാൻഡ്. സോ അണ്ടർസ്റ്റാൻഡിൽ തുടങ്ങാം. അണ്ടർസ്റ്റാൻഡിലല്ല ആ PSOന്റെ ബാക്കി ആ PSO3 തന്നെ എടുത്തു, അതിനകത്ത് അണ്ടർസ്റ്റാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദി വേരിയസ് കൺസെപ്റ്റുകൾ, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതിനുശേഷം അത് എന്നാ പറയുന്നത്, പല കോഴ്സുകളുടെ പരാമർശങ്ങൾ അതിന് ശേഷം വന്നു. അതിനുശേഷം പറയുകയാണ് നമ്മൾ അപ്ലൈ ദ സ്പെസിഫിക് ഏരിയ ഓഫ് കോഴ്സുകൾ. നമ്മൾ അതിൻ്റെ അകത്ത് 4 കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങി ആ 4 കോഴ്സിനെ കുറിച്ചുള്ള ജനറൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഉടനെ തന്നെ അടുത്ത ആക്ഷൻ വെർബ് ചേർത്തു. എന്താ ആക്ഷൻ വെർബ് ചേർത്തത്? നിങ്ങൾ അപ്ലൈ എന്ന് ചേർത്തു. അപ്ലൈ എന്ന് ചേർക്കുമ്പോൾ ഇനി ബാക്കി പറയാൻ പോകുന്ന പാർട്ട് മുഴുവൻ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓറിയന്റഡാ. സെയിം ഈ പറഞ്ഞ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആ കോഴ്സുകളിലെ തന്നെ കാര്യങ്ങളെ വരുന്നുള്ളൂ. ആ കോഴ്സുകളിലെ അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള പറഞ്ഞു നിർത്തി ബാക്കി നിങ്ങൾ അപ്ലൈ ലെവലിലുള്ള ആ ഏതൊക്കെ പാർട്ടാണോ ആ കോഴ്സുകളിലുള്ളത് അത് ഇനി പറഞ്ഞു വെക്കുക ബാക്കി. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയില്ലേ? കാരണം ഞാൻ ആ പാർട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളൂ. ഇനി നിങ്ങൾ അത് കഴിഞ്ഞ് ഇനി അഥവാ നിങ്ങൾക്ക് ഇനി ഒരു ക്രിയേറ്റോ അല്ലെ ഇവാലുവേറ്റ് ലെവലോ ഉള്ള ഒരു പാർട്ടേ ഉള്ളൂ, വളരെ സിമ്പിൾ ഒരു ഏരിയയും കൂടെ ഉണ്ട്. അത് പക്ഷേ ഈ പറഞ്ഞതിൻ്റെ അകത്തെ ഒരു കോഴ്സിലെ ഒരു പാർട്ടാണ്, അത് മാത്രമേ ഉള്ളൂ ഒരു ക്രിയേറ്റ് ലെവൽ ഉള്ളത്. അങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാൻ ക്രിയേറ്റ് എന്ന് എഴുതിയിട്ട് ആ പർട്ടിക്കുലർ സെക്ഷൻ അവിടെ മെൻഷൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോഴ്സിൽ തന്നെയുള്ള കാര്യം, ആ കോഴ്സിന്റെ വേറൊരു പാർട്ട് ആൻഡ് അപ്ലൈ ദ പർട്ടിക്കുലർ അല്ലെ ക്രിയേറ്റ് ദ സ്പെസിഫിക് ഒരു സാധനം ഉണ്ടാക്കുന്നതിനോ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കുട്ടികളെ എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം അതിന്റെ സാമ്പിളും ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതൊരു ചെറിയ ഏരിയ. കാരണം അത് അതേസമയത്ത് നിങ്ങൾ നേരെ തിരിച്ച് റിവേഴ്സ് വെച്ചാലോ, ക്രിയേറ്റ് എന്ന് ആദ്യം കൊണ്ട് എഴുതി വെച്ചു എന്നാ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്തെല്ലാം ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു? ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ലെവലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വേണ ഒരു PhD എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേഷൻ ആണ്. PhD അങ്ങനെയല്ലേ വേണ്ടത്. PhD ആരും ഒരാളുടെ കോപ്പി അടിച്ച് ഉണ്ടാക്കുന്ന സാധനമല്ല. PhD ആക്ച്വലി ദർ ഷുഡ് ബി സംതിങ് ന്യൂ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ ന്യൂ ഐഡിയ മുന്നോട്ട് കൊണ്ടുവരണം അല്ലേ? അപ്പൊ അതുവരെ കാണാത്ത ഒരു പുതിയ സംഗതി വന്നെങ്കിലേ അതിനൊരു PhD ആവുള്ളൂ. അപ്പം അങ്ങനെ പോലത്തെ ഒരു സംഗതിയാണ് ആക്ച്വലി ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ ക്രിയേറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം
പിന്നെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ ക്ലാസ്സുകളിലും ഉണ്ട്. നഴ്സറി കുട്ടികൾക്ക് തന്നെ ക്രിയേറ്റ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെയും നമ്മൾ ക്രിയേറ്റിവിറ്റി എന്നാ പറയുന്നത്. അവരുടെ ഏരിയയിൽ നിന്ന് അവരുടെ കാലത്ത് നിന്ന് പിന്നെ പ്രൈമറി സ്കൂളിലുള്ള കുട്ടികൾ ഒരു സംഗതി ചെയ്യിപ്പിച്ച് അവരതിന്റെ എന്തെങ്കിലും ഒരു ആശയം അവരുടെ മുന്നിലോട്ട് വെച്ചിട്ട് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു കുഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്നത് എന്താ? ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത്. ആ ക്രിയേറ്റിവിറ്റി ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മൾ അതേ ക്രിയേറ്റിവിറ്റി നമ്മൾ ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടി ചെയ്താൽ നമുക്ക് അതിനെ ക്രിയേറ്റിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, നീ പോടാ, വേറെ പണിയൊന്നും ഇല്ലെന്ന് നമ്മൾ പറയും. അതേസമയത്ത് അടുത്തതിലേക്ക് നമ്മൾ എത്തി. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ എത്തുന്ന ഒരു കുട്ടിയോട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ +2 ചെയ്ത പോലത്തെ ഒരെണ്ണം ചെയ്ത് അവനോട് പറയും, പോരടാ നീ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് പറയും. അതേസമയം PG എത്തുമ്പോഴോ അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഓക്കെ, കുറച്ചുകൂടെ ആവട്ടെ എന്ന് പറയും. അപ്പൊ ഓരോ ലെവൽ ഓഫ് ക്രിയേറ്റിവിറ്റിയും ഓരോ ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാലും നമ്മൾ വേറെ രീതിയിലാണ് കാണേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏത് ക്ലാസ്സിലും ആപ്ലിക്കബിൾ ആണ് നിങ്ങളുടെ ഈ ക്രിയേറ്റിവിറ്റിയും ഈ പറഞ്ഞ 6 കോഗ്നിറ്റീവ് പ്രോസസ്സും ഏത് ലെവൽ ഓഫ് ലേണിങ്ങിനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ only thing is that the way you interpret, you decide that which is the creativity. അതിപ്പോ ആരാ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനൊരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം എന്താണ് എന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് ഞാൻ മെൻഷൻ ചെയ്തേക്കുന്ന ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്തൊരു ഇന്നോവേഷൻ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പ്രാക്ടിക്കലായിട്ടോ ഫീൽഡ് ഓറിയന്റഡ് ആയിട്ടോ കുട്ടികളുടെ ഡിബേറ്റും പിന്നെ ലാംഗ്വേജ് സംബന്ധമായിട്ടുള്ള ക്ലാസ് റൂമുകളിലെ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലോ ഒരു പുതിയ ഒരു നാടകം ഒരു ഡ്രാമ കുട്ടികൾ പുതിയ ഒരു ആശയങ്ങളെയും ലാംഗ്വേജിന്റെ ഒരു കോംപ്ലക്സിറ്റീസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുവരണം, ഗ്രാമറിന്റെ ഒക്കെ ചെയ്തുകൊണ്ടിട്ടുള്ളവരണം ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത്തരം ക്രിയേറ്റീവ് ആശയങ്ങളിലൂടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഹയർ കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മുടെ ഡിസിഷനാണ്. നമുക്കറിയാം എന്താണ് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റീവ് ചുമ്മാ എഴുതി വെച്ചിട്ട് മറ്റൊരു ടീച്ചറിന് ചിലപ്പോൾ തീർച്ചയായിട്ടും അത് ക്രിയേറ്റീവ് ആണോ, ബ്ലൂംസിന്റെ ലെവലിലുള്ള ക്രിയേറ്റീവ് ഒന്നും ആയിട്ടില്ല ഇത് എന്ന് അടുത്ത ആൾ പറയും. കാരണം ബ്ലൂംസ് നിങ്ങളെല്ലാം ഫോളോ ചെയ്തു. ബ്ലൂംസ് ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ കുറെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇനി സ്ലൈഡിലൊന്നും ഇത് കാണിക്കേണ്ട വലിയ കാര്യമില്ല. ബിക്കോസ് you are all provided with a small booklet, outcome based education. അതിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പ്രത്യേകിച്ചും പ്രൊഫസർ റാവു പ്രസന്റ് ചെയ്ത അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ക്രിയേറ്റീവും അതിന്റെ ഈ ഓരോ ബ്ലൂംസിന്റെ ടാക്സോണമിയുടെ ഓരോന്നിന്റെ ഇന്റർപ്രിറ്റേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു കുറച്ച് ടിപ്സും ഇതൊക്കെ തരാവുന്നേ ഉള്ളൂ. അത്തരം ടിപ്സ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ സ്ലൈഡുകളോ പവർ പോയിന്റ് ഒക്കെ തരുമ്പോൾ അറിയാം. അത് നമ്മൾക്ക് അതിന്റെ ആവശ്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും കോഴ്സ് ഔട്ട്കം എഴുതുമ്പോൾ നമ്മൾ വേണമെങ്കിൽ വീണ്ടും കുറെ കൂടെ സാമ്പിളുകൾ നിങ്ങൾക്ക് തരാം. എന്താണ് പിന്നെ റിമെമ്പറിലുള്ള സാമ്പിൾ കുറെ ക്വസ്റ്റ്യൻസ് അല്ലെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ. അതുപോലെ തന്നെ ഓരോ ലെവലിലും ഉള്ളത് ഈവൻ ക്രിയേറ്റ് ഉള്ളതിൻ്റെ അകത്തും കുറെ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കുറച്ചുകൂടെ. അതിപ്പം നമുക്ക് ഈ PSO എഴുതുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ബോധറേഷൻ ഇല്ല. only thing നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള പിന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് മാത്രം ഒന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് ഞാൻ കണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കുക, അവനവന്റെ പിന്നെ ആക്ഷൻ വെർബുകൾ ഉപയോഗിച്ചേക്കുന്നതിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും നോക്കിയിട്ട് റീസെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക. പിന്നെ രണ്ടാമത് വളരെ ഇലാബറേറ്റ് ആയിട്ട് ഒരു PSO എഴുതി പോകരുത്. എന്താ നമ്മൾ PSO കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലവട്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഇത് വായിക്കുന്ന ഒരാൾക്ക് ഏറ്റവും സിംപ്ലി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് കൊടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ കുറേ വലിച്ചാരി എഴുതിയിട്ടും കാര്യമില്ല, എന്നാൽ തീർത്തും ബ്രീഫ് ആവാനും പാടില്ല. ചില ടീച്ചേഴ്സിന്റെ ഞാൻ കണ്ടു വളരെ ബ്രീഫായിട്ടാണ് എഴുതിയേക്കുന്നത്. വളരെ ബ്രീഫായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ വിചാരിച്ചാലും കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കത് അതിന്റെ അർത്ഥം എന്താവും, ജസ്റ്റ് അതിന്റെ ഒരു പിന്നെ ടൈറ്റിൽ മാത്രം എഴുതിയത് കൊണ്ട് അത് മാത്രമല്ല അത്തരം ഇതിലേക്ക് പല കോഴ്സുകൾ ചേർന്നാലല്ലേ ഒരു PSO എങ്കിലും ആവുള്ളൂ. കാരണം ഒരു PSOയിൽ ഒരു കോഴ്സ് കൊണ്ട് ഒന്നും ആവുമല്ലോ. അങ്ങനെയാണ് നിങ്ങൾ 16 PSO എഴുതേണ്ടി വരികയല്ലേ. ഒരു കോഴ്സിനെ മാത്രമേ നിങ്ങൾ ഒരു PSO വഴി റെപ്രസെന്റ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾ നാച്ചുറലി 16-20 PSO എഴുതണം. നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കുന്ന പരമാവധി 4 PSO മാത്രം എഴുതാനും. So that means there you should consider that some of my courses should be grouped together and there is some kind of a mutual close relationship with certain courses, then that courses will be grouped together. അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അത് അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിനൊരു അത്തരം ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ അപ് ടു ദ ടീച്ചേഴ്സ്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റിൽ ഏതൊക്കെയാണ് തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉള്ളത് അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു ഫ്ലോ ഉള്ളത്. അപ്പൊ അതിനെ വേണമെങ്കിൽ നിങ്ങളുടെ
കൺവീനിയൻസിന് അതിനെ ഒന്നിക്കുന്നതിൽ ഒരു തെറ്റില്ല. അതുപോലെ പലരും PSO എഴുതിയേക്കുന്നത് ചില PSO കണ്ടപ്പോൾ മനസ്സിലായി വളരെ സ്പെസിഫിക് ആയ ഏരിയയിലാണ് ടച്ച് ചെയ്തേക്കുന്നത്. അതിന്റെ അർത്ഥം എന്തെങ്കിലും ഡെവലപ്പ് പിന്നെ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അപ്ലൈ എന്നൊക്കെ എഴുതിയിട്ട് ഒരു PSO ഒരു സ്പെസിഫിക് ഒരു കേസ് അങ്ങ് എടുത്തേക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഷോഡിംഗർ ഇക്വേഷനോ ഏതാണ്ട് ഒരെണ്ണത്തിന്റെ ആപ്ലിക്കേഷനോ ഒക്കെ എവിടെ കണ്ടു. അപ്പൊ അതൊക്കെ അതൊരു സ്പെസിഫിക് ടോപ്പിക്കാണ്, അല്ല ആ ടോപ്പിക്കിന്റെ അകത്തെ ഒരു പാർട്ടാണ്. അത് നിങ്ങളുടെ ഒരു PSOയിലേക്ക് വരുത്താൻ പറ്റില്ല. അത് നിങ്ങളുടെ കോഴ്സ് ഔട്ട്കം ആണ്. നമ്മൾ അടുത്ത ഘട്ടത്തിൽ കോഴ്സ് ഔട്ട്കം നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വളരെ സ്പെസിഫിക് ഏരിയയിലേക്കാകാം. ഇത് നിങ്ങൾ വളരെ ബ്രോഡായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു പിന്നെ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഒരു PSO എഴുതി PSO ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ അത് ഒരു പക്ഷെ നിങ്ങൾക്ക് CO എഴുതാം. കാരണം ആ ക്വസ്റ്റ്യൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് 10 മണിക്കൂറത്തെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒറ്റ ഒരു സെന്റൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ശരിയല്ലേ? അങ്ങനെ നമുക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ, ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണോ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ഒന്ന് ആൻസർ ആയിട്ട് തിരിച്ചു വെച്ചാൽ അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയേക്കുന്നതിന് അപ്ലൈ സംതിങ് പറഞ്ഞുള്ള ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ വെർബ് ഇട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതി. ആ ക്വസ്റ്റ്യനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റേണ്ട ഒരു പാടുമില്ല, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സിംപ്ലി ആ മൊമെന്റിൽ അത് ഉണ്ടാവുമോ? പഠിപ്പിക്കാൻ എത്രയോ മണിക്കൂറുകൾ എടുത്തായിരിക്കും പഠിപ്പിക്കുന്നത്. കാരണം അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ റിമെമ്പർ ലെവലും അണ്ടർസ്റ്റാൻഡ് ലെവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ എത്തിയത്. അപ്പം മേ ബി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ കുട്ടി അത് സ്കോർ ചെയ്യാൻ വേണ്ടി അതിന്റെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് അല്ലെ 10 hours ക്ലാസ് റൂമിന്റെ അൾട്ടിമേറ്റ് ഇഫക്റ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കോഴ്സ് ഔട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കോഴ്സ് ഔട്ട്കം ആയിട്ട് പലരും എന്നെ സംശയിച്ചിട്ടുണ്ട് PSO എഴുതിയേക്കുന്നത്. അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യുക. കോഴ്സ് ഔട്ട്കം അല്ല, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏരിയ അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത്. നമ്മളൊരു ഏരിയ വൈഡ് ആയിട്ടായിരിക്കണം ചെയ്യുന്നത്. പിന്നെ മറ്റൊരു സംഗതി, ഓക്കെ, ഇത്രയും പേരുടെ ഇത് കണ്ട്. പിന്നെ മറ്റൊരു സംഗതി, നമ്മൾ എപ്പോഴും ആക്ഷൻ വെർബുകൾ സ്റ്റാൻഡേർഡ് ഈ ആക്ഷൻ വെർബുകൾ ഉപയോഗിക്കായിരിക്കും PSOയിൽ നല്ലത്. അതായത് നമ്മൾ എന്താ സ്റ്റാൻഡേർഡ് ആക്ഷൻ വെർബുകൾ? അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. നിർബന്ധമില്ല, പക്ഷെ എങ്കിലും അതായിരിക്കും ഏറ്റവും പിന്നെ ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ മറ്റേതാകുമ്പോഴത്തേക്കും കോഴ്സ് ഔട്ട്കം എഴുതുമ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ഷൻ വെർബുകൾ പലയിടത്തും ആവശ്യം വരും. പക്ഷെ ഒരു PSO എഴുതുമ്പോൾ നമുക്ക് അത്ര ഒരു ആവശ്യമില്ല. PSO എപ്പോഴും ജനറലി നല്ലത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ബ്ലൂംസിന്റെ ആക്ഷൻ വെർബുകൾ തന്നെ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആക്ഷൻ വെർബ് പിന്നെ PSO ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം PSO പിന്നെ ഇത്രയും ചെയ്തു. പിന്നെ ഇനിയിപ്പം ഓക്കെ, മറ്റുള്ളവർ ഒരു 10-12 പേരെങ്കിലും 15 പേരെങ്കിലും എനിക്ക് ഫസ്റ്റ് എക്സസൈസ് വീണ്ടും പിന്നെ ഫസ്റ്റ് എക്സസൈസ് എനിക്ക് അയച്ചു തന്നവരുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല, അത് നടക്കട്ടെ. പക്ഷെ PSO നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യാത്തോടത്തോളം നമുക്ക് അടുത്ത ലെവലിലേക്ക് ഒന്ന് പോകുന്നതിനും പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും PSOകൾ ചെയ്യുക. പിന്നെ മറ്റൊരു സംഗതി, നിങ്ങൾക്ക് പിന്നെ ബ്ലൂംസുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പ്രശ്നങ്ങളുണ്ടോ, സംശയം ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ബ്ലൂംസിന്റെ ഇതും തൽക്കാലം റെഫർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ പേജസ് ഞാൻ പറയാം. അതായത് പേജ് നമ്പർ 83 തൊട്ട്, ആ ബുക്ക്ലെറ്റിന്റെ പേജ് നമ്പർ 83 തൊട്ട് നിങ്ങൾ നോക്കി അതിനകത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ആ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നില്ല, വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാകുമെന്നാണ് തോന്നുന്നത്, എൻ്റെ വിശ്വാസം. കാരണം ഞാനിപ്പം കുറെ നാളായിട്ട് നോക്കുന്നതുകൊണ്ട് അത് കാണുമ്പോൾ മനസ്സിലാകുന്നതാണോ എന്ന് പറയുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ നോക്കിയാൽ മതി. കാരണം സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റിമെമ്പറിൽ തന്നെ എന്താണ് റിമെമ്പർ എന്നുള്ളതിന് ബ്ലൂംസ് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്. സാമ്പിൾ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ആയിട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റിമെമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടത്, അതിന്റെ ആൻസർ അപ്പോൾ അവരെന്ത് തരും, അതാണ് റിമെമ്പർ. അത്തരത്തിൽ നിരവധി നമുക്ക് ചെയ്യാം. അപ്പൊ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിന് അതുപോലെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ പേജ് നമ്പർ 84. അത് കഴിഞ്ഞ് അണ്ടർസ്റ്റാൻഡിന്റെ സബ് പ്രോസസ് ആക്ഷൻ വെർബുകൾ വേറെ കൊടുത്തിട്ടുണ്ട്. സബ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സബ് പ്രോസസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ഷൻ വെർബുകളാണ്. സബ് പ്രോസസ് എന്നാണ് ബ്ലൂം ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിന് സാമ്പിൾ ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ അതിന് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യേണ്ടത്, അപ്ലൈക്ക് അതുപോലെ വരുന്നു.
അനലൈസ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ പേജ് നമ്പർ ഒരു 80 90 വരെ നമ്മൾ അതാ പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ അഫക്റ്റീവ് ഡൊമൈനും പിന്നെ ഇതുമൊക്കെയാ. അപ്പൊ അഫക്റ്റീവ് ഡൊമൈനെ കുറിച്ച് ഞാനിപ്പം നമ്മളൊരു സാമ്പിള് പിന്നെ ഇത് ചെയ്യുമ്പോൾ അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനും നമ്മൾ പറയാത്തത് മറ്റൊന്നും ആയിട്ടല്ല, നമുക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതും കൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും പറ്റില്ല. ഈ വർക്ക്ഷോപ്പിന്റെ മാത്രം പ്രശ്നമല്ല, നിങ്ങൾക്കൊരു കരിക്കുലർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കോഗ്നിറ്റീവ് പ്രോസസ്സും അഫക്റ്റീവ് പ്രോസസ്സും സൈക്കോമോട്ടർ പ്രോസസ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തി മെറ്റീരിയൽ തയ്യാറാക്കുക, അസസ്മെന്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഞാൻ പറയുകയാണ്, ഒരു ഡാൻസ് ആണ്. അപ്പൊ ഡാൻസ് പഠിക്കുന്ന ഒരു എന്തെങ്കിലും തരത്തിലുള്ള പെർഫോമിംഗ് ആർട്സിന്റെ ഒരു ഡിഗ്രി പ്രോഗ്രാം നടക്കുകയാണ്. ആ ഡിഗ്രി പ്രോഗ്രാമിൽ ഡാൻസ് ആണ് അവിടെ, ഭരതനാട്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ആർട്ട് ഫോമിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്, സെഷനാണ്. അപ്പൊ ആ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഒരു കുട്ടി ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു സൈക്കോമോട്ടർ ഡൊമൈനിൽ മാത്രം ഉൾപ്പെട്ട ഒരു സംഗതിയാണോ? അല്ലെന്ന് ഉറപ്പല്ലേ? കാരണം സൈക്കോമോട്ടർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോമിനേറ്റിംഗ് റോൾ ഉണ്ട് സൈക്കോമോട്ടർ ഡൊമൈന്. എന്താ സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഓറിയന്റഡ് ആണ്. അതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ അതിൻ്റെ അകത്ത് വരികയാണ്. ഡാൻസ് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ശരീരം മുഴുവൻ പല പിന്നെ താളത്തിലും ലയത്തിലും ആ പ്രവർത്തിക്കേണ്ടത്. കാരണം അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു പിന്നെ സ്റ്റാൻഡേർഡ് ഒരു നോളജ് ബേസിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ കയറി ഒരാൾ ഡാൻസ് കളിക്കുന്നതിന് നമ്മുടെ ആ ഡാൻസ് ഒന്നോ തുള്ളുന്നതിന് അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഡാൻസിന്റെ ഒരു സ്പെസിഫിക് ഉണ്ട്, അതിനെ സംബന്ധിച്ച് രാഗങ്ങളെ കുറിച്ചുള്ളത് കാണും, അതിന്റെ പിന്നെ കാലങ്ങളായിട്ടുള്ള അത് ഫോം ചെയ്തേക്കുന്ന അതിന്റെ സ്പെസിഫിക് ഏരിയയെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. അതൊക്കെ ഒരു നോളജ് ബേസ് ആണ്. അപ്പം തീർച്ചയായിട്ടും അത് ആലോചിച്ചുകൊണ്ട് മാത്രമേ, അത് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ആ ഡാൻസ് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എന്താ അവിടെ ഒരു സൈക്കോമോട്ടർ ഡൊമൈൻ ആണ് ഡോമിനേറ്റിംഗ് ആയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിലും അതിന്റെ ആ പ്രവർത്തിക്കുന്ന പെർഫോം ചെയ്യുന്ന വ്യക്തി അയാള് കോഗ്നിറ്റീവ് പ്രോസസ്സ് മുഴുവൻ ശേഖരിച്ചതിന് ശേഷമാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷെ അപ്പം നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും? ഇതാണ്. അപ്പം ക്രിയേറ്റിവിറ്റി എല്ലാം പല സംഗതികളും അവിടെ വരുന്നില്ലേ? ഒരാൾ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള അപ്ലൈ ചെയ്യുകയാണ്, ഒരു പർട്ടിക്കുലർ കഥ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരാൾ ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഡാൻസ് അത് മുഴുവൻ അതിൻ്റെ അകത്ത്. അപ്പം കോഗ്നിറ്റീവ് പ്രോസസ് ഈസ് ഓൾവേസ് ഇൻബിൽറ്റ്, അതിൻ്റെ അകത്ത് ഇംപ്ലിസിറ്റ്ലി ഇൻവോൾവ് ആണ് അതേ സമയത്ത് ആ കുട്ടി അത് പെർഫോം ചെയ്യുന്ന ഒരാൾ അത് പെർഫോം ചെയ്യുമ്പോൾ അതൊരു സൈക്കോമോട്ടർ ഡൊമൈനായിട്ട് നമുക്ക് കൂടുതൽ അത് തിരിച്ചറിയുന്നു മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ പല സംഗതിയുണ്ട്. ലബോറട്ടറി എക്സ്പെരിമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവേയെ ഒരാളെ എങ്ങനെ ഒരു വീട്ടിൽ നിന്ന് സർവേ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജിന്റെ പ്രസന്റേഷൻ ഏത് രീതി വേണം, എങ്ങനെ ചെയ്താലാണ് ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതെല്ലാം അതിനകത്തൊരു സൈക്കോമോട്ടർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു നാടകം കളിക്കുന്ന ഒരാള് അല്ലെ വലിയൊരു ഡ്രാമ, ഷേക്സ്പിയറിന്റെ ഡ്രാമ പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവര് ലാംഗ്വേജിന്റെ ഇന്റർപ്രിട്ടേഷൻ വളരെ പ്രധാനമായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അത്തരം മേഖലകളിലേക്ക് കടക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം അവിടെ ടെക്നോളജിയുടെ ഇന്റർപ്രിട്ടേഷൻ പലതും കാണും, ചിലപ്പോൾ പുതിയത് വരുന്നത്. ഇതെല്ലാം അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡി എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതൊക്കെ വേറെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും ഒത്തിരി കടക്കണ്ട. അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്, പല സംഗതികളാണ്. നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ നമ്മൾ ഒത്തിരി സമയം നമ്മൾ സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഏരിയ നമുക്ക് പലതും ചെയ്യാനുള്ളതുകൊണ്ട് അത് നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ സ്ക്രീൻ ഷെയറിങ് ചെയ്യാം. ഇപ്പൊ സമയം 3:50 എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ. അപ്പൊ പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല, ഇന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ആകെ ഉള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ അടുത്ത ഒരു എക്സസൈസ് ഇപ്പം ഓരോ എക്സസൈസ് കഴിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ ഈ എക്സസൈസിന്റെ കമന്റ്സ് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു 40-ന് മേളിൽ ഞാൻ കേസുകളിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കമന്റ്സ് അപ്പാടെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന് അങ്ങനെയൊന്നും ആ ലെവലിൽ അത് കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ തരുന്നത്
നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ആവണമെന്ന് തോന്നുന്നില്ല. അക്സെപ്റ്റബിൾ ആകുന്നത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ അത് പിന്നെ ഞാൻ കമന്റ് ഇട്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റണ്ട. കാരണം എൻ്റെ ആ ഇന്റർപ്രിട്ടേഷനോ എൻ്റെ ഒരു സജഷനോ പൂർണ്ണമായിട്ടും അതുമായിട്ട് നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ഏരിയ ആയിട്ട് യോജിക്കുന്നതാവണമെന്നില്ല. പക്ഷെ അതുകൊണ്ട് അത് രണ്ടുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. ഇത്രയും ഇന്ന് കേട്ട ആശയങ്ങൾ അനുസരിച്ച് വീണ്ടും ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഓൾ PSO വിൽ ബി can be seen as a beautifully done. അപ്പൊ ആ രീതിയിൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് നമ്മുടെ സബ്ജക്റ്റിൽ തന്നെ ഉള്ളവരുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു മ്യൂച്വൽ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു പോയിന്റ്, നിങ്ങൾ പലപ്പോഴും നമുക്കൊരു സംശയം തോന്നുമായിരിക്കും ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ ഇത് എല്ലാം കൂടെ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ളതല്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിലും ഇത് സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പാടില്ല. കാരണം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരു പക്ഷേ അത് നിങ്ങൾ ഈ അവസാനം എത്തുമ്പം അതിന്റെ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും. കാരണം ഓരോ ഘട്ടത്തിൽ ആരോ നേരത്തെ ചോയ്സ് ആയിട്ട് തോന്നുന്നു പല ഇതും യൂണിവേഴ്സിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഒന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയും നമ്മുടെ കുട്ടികളെ നമ്മൾ ഓരോന്നും കുട്ടികളിലേക്ക് എത്തിക്കുന്നതും തമ്മിലുള്ള വലിയ തോതിലുള്ള ചേഞ്ചാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതായത് ഹയർ കോഗ്നിറ്റീവ് ലെവലിലേക്ക് നമ്മുടെ സബ്ജക്റ്റ് കണ്ടന്റ്സിനെ നമ്മൾ മാറ്റുക എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താ? കുട്ടികൾ അത്രയും ഹയർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹയർ ലെവലിലേക്ക് ഇന്ന് വരെ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കും അത് ചലഞ്ചാണ്. ഹയർ കോഗ്നിറ്റീവ് ലെവലിലേക്കുള്ള സാധനങ്ങൾ കണ്ടെത്തണം. അപ്പൊ അടുത്ത ഒരു വർക്ക്ഷോപ്പ് പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ടാസ്ക് ആയിട്ടാണ് അത് കാണുന്നത്. അതായത് ഞാൻ ഈ തന്നേക്കുന്ന എക്സസൈസ് നമ്പർ 3 എന്ന് പറയുന്നത് പല കോഗ്നിറ്റീവ് പ്രോസസ് ആണല്ലോ. റിമെമ്പർ ടു ക്രിയേറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ എക്സസൈസ് എടുക്കുക. എന്നിട്ട് എല്ലാവരും അതിനകത്ത് നിങ്ങളുടെ ഒരു ഒറ്റ ടോപ്പിക് എടുക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുക. ആ കോഴ്സ് അല്ല പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ഞാൻ കോഴ്സും പേപ്പറും എന്ന് പറഞ്ഞാൽ ഇനി സംശയിക്കുക വേണ്ട കേട്ടോ. അതെല്ലാം കോഴ്സും പേപ്പറും രണ്ടും ഒന്നാണ്. അപ്പം ആ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലെ ഏറ്റവും ഒരു സ്പെസിഫിക് മോഡ്യൂളോ ഒരു യൂണിറ്റോ നിങ്ങൾ എടുത്തിട്ട് എല്ലാം സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങളൊരു റിമെമ്പർ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തയ്യാറാക്കുക. റിമെമ്പർ എന്ന് എഴുതി കൊടുത്ത് റിമെമ്പർ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു. ഏതിന്നാ ഒരു പർട്ടിക്കുലർ പാർട്ടിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിമെമ്പർ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കും? എന്തായാലും ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദിസ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് സംതിങ് ഓർ അതൊക്കെയാണ് അല്ലേ, യൂണിറ്റ് ഓഫ് സംതിങ് ആൻഡ് ഹൗ ഡു യു റൈറ്റ് ദിസ്. എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ഏറ്റവും സിമ്പിൾ, അതായത് ഏറ്റവും വൺ വേർഡിൽ ഒരാൾക്ക് ഈവൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിന് നമുക്ക് റിമെമ്പർ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പൊ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു ഫസ്റ്റ് റിമെമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളത്തിൽ നിങ്ങൾ ആ സെല്ലിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഇനി രണ്ടാമത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതുക. വലിയ സംഭവമൊന്നുമല്ല ഒന്നും. അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ആ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള എഴുതുന്നത് എവിടെയാണ്? നിങ്ങൾ only from that particular സെയിം ടോപ്പിക്. അത് ഞാൻ സിംപ്ലിസിറ്റിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. കാരണം ഒരു ഫ്ലോ ആയിട്ട് പോട്ടെ. അത് അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള എഴുതുന്നു. അപ്പൊ നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ 10 ക്വസ്റ്റ്യന് നിങ്ങളോട് ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് 10 ക്വസ്റ്റ്യൻ നിങ്ങൾ പിന്നെ റിമെമ്പർ ലെവലിൽ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ 10 ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് പോരാ, ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ എഴുതും 10 ക്വസ്റ്റ്യൻ. ഇടാൻ ഒരു പാടില്ല. എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അല്ലേ, അതിൻ്റെ അകത്ത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം. അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 റിമെമ്പർ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി എടുക്കുന്ന സമയം ഒരു പക്ഷേ 1-2 മിനിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ 10 എഴുതും. ഇനി നിങ്ങൾ അടുത്ത റിമെമ്പർ ലെവലിലുള്ള സെയിം അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഇടാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മൊഡ്യൂൾ എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഏരിയ ആണ് ഏറ്റവും നല്ലൊരു മൊഡ്യൂൾ ഏരിയ എന്ന് വെച്ചു. ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു മൊഡ്യൂളാണ്. കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും ഹൈ ലെവൽ വരെ പോകാൻ സാധ്യതയുള്ള ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങളത് പഠിപ്പിക്കുന്നില്ല. നമ്മളൊരു അണ്ടർസ്റ്റാൻഡ് ലെവലിൽ അത് പോകുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഒത്തിരി സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിന്റെ കണ്ടന്റ് ആ രീതിയിൽ പിന്നെ ഹയർ കോഗ്നിറ്റീവ് ലെവലിലുള്ള ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതിന് റേഞ്ച് ഉണ്ട് എന്നുള്ള അറിയാവുന്ന ഒരു മൊഡ്യൂൾ എടുത്തിട്ട് നിങ്ങൾ അപ്പം അണ്ടർസ്റ്റാൻഡ് ലെവലിലുള്ള 10 ക്വസ്റ്റ്യൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ അല്ല വേണ്ട, നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് 2 മിനിറ്റ് എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ റിമെമ്പർ എഴുതി അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കുറച്ചുകൂടെ സമയം എടുക്കും. കാരണം അത് കുറച്ചുകൂടെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും. കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുത്തതിൽ മാത്രമേ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അത് ഒരു പക്ഷേ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. അത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഒരു 10 ക്വസ്റ്റ്യന് നിങ്ങൾ ഉണ്ടാക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സമയം എടുക്കും.
നിങ്ങൾ നേരത്തെ റിമെമ്പർ ഉണ്ടാക്കിയ രീതിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അഗെയിൻ നെക്സ്റ്റ് അപ്ലൈ ലെവലിലെത്തി. നിങ്ങളോടാ ചോദിക്കുക, അതിനകത്ത് തന്നെ അപ്ലൈ ലെവലിൽ ക്വസ്റ്റ്യൻ. സമയം നിങ്ങൾക്ക് വീണ്ടും ആവശ്യപ്പെടുകയല്ലേ, നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കുറയും. പിന്നെ ഇനി അനലൈസിൽ ഉണ്ടാക്കാൻ പറയും. അപ്പൊ അനലൈസ് ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ടൈറ്റ് ആയി. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. നമ്മൾ എത്ര ആലോചിച്ചിട്ടും അനലൈസ് ലെവലിലേക്ക് എത്താൻ പരമാവധി 2 എണ്ണം നിങ്ങൾക്ക് ഒപ്പിച്ചു. സമയം അപ്പോഴത്തേക്ക് 5 മിനിറ്റ് കഴിഞ്ഞു, അല്ല 10 മിനിറ്റ് കഴിഞ്ഞു, സമയം പോയി. ഇനി എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. നിങ്ങൾ അടുത്ത കിടക്കുകയാണ്. അടുത്ത ഏതാ? ഇവാലുവേറ്റ് ലെവലിലാണ്. അപ്പൊ ഇവാലുവേറ്റ് ലെവലിൽ എഴുതാൻ നിങ്ങൾ ഈ റെഫറൻസ് ഒക്കെ വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അനലൈസും കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹീസ് ട്രൈങ് ടു നമ്മൾ വീണ്ടും അതിന് എഫർട്ട് എടുക്കുക, അനലൈസിൽ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പൊ അനലൈസ് ചെയ്തതിന് ശേഷമുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റിന് വേണ്ടി നമ്മൾ വീണ്ടും സമയം എടുക്കും. നിങ്ങൾ അരമണിക്കൂർ കുത്തിയിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണോ 2 എണ്ണോ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇനിയും കിടക്കുക ബാക്കി ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ലെവൽ. ക്രിയേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. നിങ്ങൾ അരമണിക്കൂർ വിചാരിച്ച് ഇപ്പം നിങ്ങൾ വെട്ടിയും തിരുത്തിയും കറക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെ കിട്ടിയുള്ളൂ. അതിനകത്തുനിന്ന് കുട്ടിയെ, കാരണം അത്രയും നമ്മൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ കുട്ടിക്ക് പറയാൻ പറ്റുള്ളൂ. അത്തരം ഒരു ബുദ്ധിമ വേണ്ടേ, വേറൊരാൾ നോക്കി അത് ക്രിയേറ്റ് ചെയ്യാൻ തോന്നണ്ടേ, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് ആണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് അപ്ലൈ ലെവലിൽ എത്തിയിട്ടുള്ളൂ. ക്രിയേറ്റ് എന്നുള്ള ലെവലിൽ എത്തണമെന്നുണ്ട് ആ രീതിയിൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നമുക്ക് അത്ര 10 എണ്ണം ഇതൊന്നും എഴുതണ്ട. പകരം നിങ്ങൾ ആകെ ചെയ്യാൻ പറ്റും നമ്മളൊരു 1 ഈച്ച് എല്ലാത്തിലും അല്ല. നിങ്ങൾ കൂടുതൽ എഴുതണമെങ്കിൽ കൂടുതൽ എഴുതാം, ഒരു പ്രശ്നമില്ല. നമുക്കൊരു ട്രയൽ എന്നുള്ള നിലയിൽ നമുക്കൊരു എഫർട്ട് എടുക്കുന്നതിന് രസകരമായിട്ട് തോന്നുന്നവർക്കും അതിനെ കൂടുതൽ എണ്ണം എഴുതാം. ക്രിയേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നവർ കാണും, ചിലപ്പോൾ ഒത്തിരി ആലോചിച്ചിട്ടും കിട്ടാത്തവർ കാണും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. കാരണം നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇത് ഹയർ കോഗ്നിറ്റീവ് ലെവൽ. അതാണ് പ്രശ്നം. നമുക്കൊരു അപ്ലൈ വരെ നമ്മളൊക്കെ പ്രവറാന്ന് പെട്ടെന്ന് നമ്മളൊന്ന് ചെയ്തെന്ന് പോകും. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് ആ സംശയങ്ങളാവും. അത് ആ ലെവലിലായോ, മറ്റേതിന്റെ അടുത്ത ലെവലിൽ തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചത്, ഇവാലുവേറ്റിന്റെ അനലൈസിന്റെ മേളിലത്തെ ലെവലിൽ പോയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അവസാനം എത്തുമ്പോഴത്തേനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി വെരി ലെസ്. യുവർ എഫേർട്ട് ഓഫ് മേക്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഈസ് കമ്പാരേറ്റീവ്ലി മച്ച് ഹയർ ദാൻ വാട്ട് യു ഹാവ് ഡൺ ഇൻ ഫൈൻഡിങ് എ ക്വസ്റ്റ്യൻ റിമെമ്പർ ലെവൽ. ഇതേ പ്രോബ്ലംസ് നമ്മൾ കാണും. അപ്പൊ നമുക്ക് ഇതും ചെയ്യാം. അപ്പൊ നമ്മുടെ സ്വന്തം താല്പര്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ അത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ സബ്ജക്ട് അവനവന്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പിടികിട്ടും നമ്മുടെ എക്സിസ്റ്റിംഗ് കോഴ്സിൽ എത്ര മൊഡ്യൂൾ അല്ലെ എത്ര ഏരിയയിലുണ്ട് ഒരു ഹയർ കോഗ്നിറ്റീവ് ലെവൽ വരെ പോകാൻ സ്കോപ്പ് ഉള്ളത്. കറണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിനകത്ത് ഏതെങ്കിലും നമുക്ക് ഹയർ കോഗ്നിറ്റീവ് ലെവലിലേക്ക്, ഹയർ എന്ന് പറഞ്ഞാൽ അനലൈസിന് മേലിലോട്ടുള്ള ആ ലെവലിലേക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഏത് ലെവലിലാണ് കറന്റ്ലി നമ്മൾ നിൽക്കുന്നത്, ഈ സ്റ്റാറ്റസ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് പിടികിട്ടും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിങ്ങൾക്കൊരു സ്വയം വിമർശനവും സ്വയം വിലയിരുത്തലും ഒക്കെ ആകും. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നമ്മുടെ കോഴ്സ് ഒക്കെ എഴുതുന്നതിന് വളരെ പ്രയോജനം ചെയ്യും. ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. നമുക്ക് സമയം ഇത്ര ആയില്ലേ, 4 മണിയായി. സോ അതുകൊണ്ട് ഇനിയും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കുക, ഞാൻ അതിനെ ആൻസർ ചെയ്യാം.